നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് പിന്നാലെ UDF തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഐകണ്ഠ്യേനയെന്ന് UDF അവകാശപ്പെടുന്നുണ്ടെങ്കിലും വസ്തുതകൾ മറനീക്കി പുറത്തുവരികയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസിൽ ഒരു വിഭാഗം അതൃപ്തിയിലാണ്. അത് കല്ലുകടിയായി ആദ്യ ദിനം തന്നെ പ്രതിഫലിച്ചു. ഷൗക്കത്തിൻ്റെ പ്രചാരണ തുടക്കത്തിൽ നിന്ന് വിട്ടുനിന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ. അതൃപ്തി പുകയുമ്പോഴും UDF അൻവറിന് വഴങ്ങില്ലെന്ന് VD സതീശൻ ആവർത്തിക്കുന്നുണ്ട്. UDFൽ കയറിപ്പറ്റാൻ ഏത് കളിയും കളിക്കാൻ PV അൻവറും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള പല കൂടിക്കാഴ്ചകൾക്കും ചർച്ചകൾക്കും ആരംഭമായി. മുന്നണിയോട് സഹകരിക്കണമോ, സ്ഥാനാർത്ഥി അംഗീകരിക്കണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെ തീരുമാനം അൻവറിന് വിട്ടിരിക്കുന്ന UDF നേതാക്കളും പ്രതിപക്ഷ നേതാവും തർക്കം എങ്ങനെ പരിഹരിക്കും എന്നത് കാത്തിരുന്നു കാണണം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM, അഡ്വക്കേറ്റ് വസന്ത് സിറിയ കോൺഗ്രസ്, അഡ്വക്കേറ്റ് ലാൽകുമാർ ഇടതു നിരീക്ഷകൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാകാനിരിക്കുന്നതേയുള്ളൂ. കാരണം ഇടതുമുന്നണി LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോകുന്നതേയുള്ളൂ. BJP മത്സരരംഗത്ത് ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ആര് എന്നതൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. BJP ചിലപ്പോൾ മത്സരിച്ചേക്കില്ല എന്ന തരത്തിലേക്കൊക്കെയുള്ള വാർത്തകളും ചില ആലോചനകളും ആ പാർട്ടിയിൽ നടക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അന്തിമ തീരുമാനം ആ പാർട്ടിയെ സംബന്ധിച്ചും ആ മുന്നണിയെ സംബന്ധിച്ചും വന്നിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം വ്യക്തമല്ല. പക്ഷേ അപ്പോഴും ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന പൊളിറ്റിക്കൽ ക്രെഡിറ്റ് UDF അവകാശപ്പെടുമ്പോൾ അത് ആ പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയിട്ടുള്ള അസംതൃപ്തിയുടെ പല തലങ്ങളും ഇപ്പോൾ വാർത്തകളിൽ വളരെ പ്രകടമായി നിൽക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കൂടുതലായി ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുക. ശ്രീ അനിൽകുമാർ, ഈ സാഹചര്യത്തെ CPIM എങ്ങനെയാണ് കാണുന്നത്? CPIMൻ്റെ സീറ്റാണ് LDFൽ. CPIM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ VD സതീശനൊക്കെ വളരെ കാര്യമായി പറഞ്ഞത് ഒരു ഞായറാഴ്ച കൂടി ഇടയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ, വിജ്ഞാപനം വന്നപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കന്നെ, ഞായറാഴ്ച ആയിപ്പോയതുകൊണ്ട് തിങ്കളാഴ്ച പ്രഖ്യാപനം വന്നു. അന്ന് AICC ഇല്ലല്ലോ, അപ്പോൾ ഹൈക്കമാൻഡ് ഇല്ല, നേതൃത്വമില്ല എന്നായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയാണ് UDF നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈവിട്ടുപോയ നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാം, അതിന് അവരുടേതായ രാഷ്ട്രീയ കാരണങ്ങൾ അവർ കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരു മുന്നോട്ട് പോക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ ഒരു വിലയിരുത്തൽ. അത് വസ്തുതാപരമായി ശരിയായി CPIM കാണുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലകൾ വളരെ കുറയുകയാണ്. മലബാറിൽ കോൺഗ്രസിന് മത്സരിക്കാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. കോഴിക്കോട് ജില്ലയിൽ കുറേ കാലമായിട്ട് കോൺഗ്രസിന് MLA-മാരില്ല. അപ്പോൾ നിലമ്പൂരിൽ, മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് ജയിക്കുന്ന 1-2 മണ്ഡലങ്ങളിൽ ഒന്ന് മാത്രമാണ് നിലമ്പൂർ. അവിടെ 10-40 കൊല്ലക്കാലമായി MLA ആയിരുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ മകനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് തൃക്കാക്കരയ്ക്ക് പിന്നാലെ, പുതുപ്പള്ളിക്ക് പിന്നാലെ അതേ വഴിയിൽ തന്നെ കോൺഗ്രസ് പോകുന്ന ഗതികേടിൻ്റെ നിലയാണ്. ആ ഗതികേടിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും കുളിച്ചില്ലെങ്കിലും എൻ്റെ വസ്ത്രങ്ങൾ അവിടെ അയലകത്ത് കിടപ്പുണ്ട്, അല്ലെങ്കിൽ അയലയിൽ കിടപ്പുണ്ട്, അത് എടുത്ത് ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള അവകാശവാദങ്ങളാണ് യഥാർത്ഥത്തിൽ UDF ഉന്നയിക്കുന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടുള്ളൊരു പോരാട്ടത്തിലേക്ക് വരികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും. 57 കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 59 57 LDF വന്നതോടുകൂടി കൈവിട്ടു പോയല്ലോ, ഞങ്ങൾ ആ ഗവൺമെൻറ് വരുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടത്ര ഒരുങ്ങാനായില്ല, ഞങ്ങൾ തമ്മിലടിച്ചത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായത്, ആ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമല്ല, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. ഇതായിരുന്നു വിമോചന സമരത്തിൻ്റെ ന്യായം. 59 പിരിച്ചുവിട്ട ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് 60 നടന്നത്, കേരളത്തിലെ വിമോചന സമര ശേഷമുള്ള തെരഞ്ഞെടുപ്പ്. പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ നേടിക്കൊണ്ട് 60 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുത്തു തെളിയിച്ചു. പക്ഷേ നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടിയില്ല. പക്ഷെ ഉണ്ടാക്കിയ ആ UDFൻ്റെ അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ വലതു മുന്നണി വളരെ വേഗം തകർന്നു തരിപ്പണമാകുന്നതും പിന്നീടുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളും എല്ലാം നമ്മുടെ കേരളത്തിന് മുമ്പിലുണ്ട്. ഞാനിതിപ്പോൾ ഓർപ്പിക്കാൻ കാരണം, 3ാം തുടർഭരണത്തിലേക്ക് LDF പോകുന്നു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള കേരളത്തിലെ ചുരുക്കം സീറ്റുകൾ, ആ സീറ്റുകളിൽ നടക്കുന്ന മത്സരങ്ങളിലൂടെ തങ്ങളുടെ
മുൻ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളെ മത്സരിപ്പിച്ച് തൽക്കാലം അവിടെ ഒരു വൈകാരിക പരിസരം ഉണ്ടാക്കി എങ്ങനെങ്കിലും മറികടന്നാൽ അതിൽ പ്രത്യേകിച്ച് BJP ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് തന്നെ എടുത്തിരിക്കുന്നത്. BJP തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, നമുക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മത്സര രംഗത്തേക്ക് വരുന്നില്ല. പിന്നെ ആ സീറ്റ് മറ്റാർക്കോ കൊടുക്കാനൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഫലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യം തമ്മിലുള്ള നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്കാണ് നിലമ്പൂർ മാറുന്നത്. അങ്ങനെ മാറുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മണ്ഡലത്തിൽ ഏതാണ്ട് 2000 കോടി രൂപയുടെ വികസനം 9 കൊല്ലം കൊണ്ട് നിർവഹിച്ചിട്ടുണ്ട് എന്ന് നവകേരള സദസ്സിൻ്റെ വേദിയിൽ അന്നത്തെ MLA പറയുന്നത് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. അത് ദേശീയപാത അടക്കം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് LDFനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും കേരളത്തിന് വേണ്ടി വോട്ട് ചെയ്യണം. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. CPMൻ്റെ അഭ്യർത്ഥന അവിടുത്തെ ജനങ്ങൾ കേരളത്തിന് വേണ്ടി വോട്ട് ചെയ്യണം. ഈ പെരുമഴയിൽ ഇന്ന് 62 ലക്ഷം വീട്ടിൽ 3200 രൂപ വെച്ച് പെൻഷൻ എത്തി. ആ നന്മ തുടരണമെങ്കിൽ 4 ലക്ഷം പേർക്കാണ് പട്ടയം കിട്ടിയത്. UDFനെ സംബന്ധിച്ചിടത്തോളം കാട്ടിൽ നിന്നൊരു ആന ഇറങ്ങിയാൽ ഇല്ലെങ്കിൽ ഒരു കടുവ അവരുടെ ടെറിട്ടറിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആ കടുവ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗതിയില്ലാത്ത കടുവയാണ്. ഗതിയില്ലാത്ത കടുവ ചിലപ്പോൾ മനുഷ്യനെ ആക്രമിക്കും. ഇത്തരം കാര്യങ്ങൾ വീണ് കിട്ടുന്ന ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ ദേശീയപാതയിൽ മഴക്കാലത്ത് വിള്ളലുണ്ടായി. ദേശീയപാത ഇന്ത്യ മുഴുവൻ പണിയുന്ന ഇന്ത്യ ഗവൺമെൻറ്റാണ്. അവർ തന്നെ കരാറുകാരെ നിശ്ചയിച്ചിരിക്കുകയാണ്. അവർ തന്നെ നിർമ്മാണം നടത്തുന്ന എത്രയോ പ്രതിസന്ധികളുണ്ടായി. നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനം ചെയ്ത പല സ്ഥലങ്ങളിലും അതിൻ്റെതായ ദുരന്തങ്ങളും പിന്നീടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കേരള സർക്കാരിൻ്റെ തലയിൽ വെച്ച് കെട്ടാനാവില്ല. അപ്പോൾ കേരള സർക്കാരിൻ്റെ തലയിലേക്ക് ഇത്തരം കാര്യങ്ങൾ വെച്ച് കെട്ടി സർക്കാരിനെ ആക്ഷേപിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം മാത്രമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDFന് ഒരു കാര്യം പറയാനുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ശരി, മലപ്പുറം മണ്ഡലത്തിൻ്റെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക്, നിലമ്പൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കോൺഗ്രസ് എടുക്കുന്നൊരു പൊസിഷൻ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് കീഴടങ്ങാത്തൊരു കോൺഗ്രസിനെയാണ് ആര്യാട് മുഹമ്മദ് നിലമ്പൂരിൽ അവതരിപ്പിച്ചിരുന്നത്. അതിന് നിലമ്പൂരിൻ്റെ പ്രത്യേകമായൊരു മതസമുദായ പരിസരം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലീഗിനോട് ഏറ്റുമുട്ടുന്ന ആര്യാടനെ കുറിച്ച് നമ്മുടെ കേരളം കണ്ടിട്ടുണ്ട്. ആര്യാടൻ്റെ മകനാണെങ്കിൽ പോലും പലപ്പോഴും തങ്ങളുടെ അവിടുത്തെ ആധ്യാത്മിക വ്യാപാരത്തെ സംബന്ധിച്ചും അത് ക്രിമിനൽ കുറ്റമാണ് എന്ന നിലയ്ക്കുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ ലീഗിനോട് ഇവർ ഏറ്റുമുട്ടുന്നത് നമ്മൾ തോന്നുന്നുണ്ടാവാം. മുസ്ലിം ലീഗിൻ്റെ ഗതികേട് എന്താണ്? തങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആര്യാടൻ്റെ മകനെ ചുമക്കേണ്ട ഗതികേടിലേക്ക് ലീഗും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആര്യാടൻ കുടുംബം ആക്രമിച്ചിട്ടുള്ള ലീഗിൻ്റെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലേക്ക് ആര്യാടൻ്റെ കുടുംബവും എത്തിച്ചേർന്നിരിക്കുന്ന രണ്ടു കൂട്ടരും തകർന്നു തരിപ്പണമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. പിന്നെ കൂട്ടത്തിൽ അൻവറിന് നിലമ്പൂരിൽ ഒരു സ്വാധീനം പോലും ഇല്ല. ഒരാൾ പോലും അൻവറിൻ്റെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പാക്കണം എന്ന തരത്തിലുള്ള ക്യാമ്പയിനുമായിട്ടാണ് ജനങ്ങളിലേക്ക് പോകുന്നത്. നിശ്ചയമായി ഇവിടുത്തെ ജനങ്ങൾ അത് പരിഗണിക്കുമെന്നാണ് LDF വിചാരിക്കുന്നത്. റൈറ്റ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞു വെച്ച ഒരു രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ആര്യാടൻ മുഹമ്മദിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനിലൂടെ വീണ്ടും ഒരു ലീഗ് വിരുദ്ധ നിലമ്പൂർ കോൺഗ്രസ് രാഷ്ട്രീയം അത് വീണ്ടും പേറേണ്ടതുണ്ടോ എന്ന് ലീഗ് ചിന്തിക്കും എന്ന കാര്യമാണ്. അതിന് ആധികാരികമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഒരുപാട് സംഭവങ്ങൾ ആര്യാടൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുണ്ടായി. ഉദാഹരണത്തിന് 2001 AK ആൻ്റണി കേരളം ഭരിക്കുന്ന സമയത്താണ് ആര്യാടൻ്റെ നിലപാടുകൾ, ചില പരസ്യ നിലപാടുകൾ, വിമർശനങ്ങൾ, ഇതിൻ്റെയൊക്കെ പേരിൽ ആര്യാടൻ്റെ വീടിന് നേരെ വരെ ലീഗിൻ്റെ ആക്രമണം ഉണ്ടായതും മറ്റും. അന്നതിൽ ഒരാളെ പോലും എ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കെ എ ഗ്രൂപ്പുകാരനായ ആര്യാടൻ വളരെ പ്രധാനപ്പെട്ട നേതാവായിരിക്കെ അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ ആക്രമണം നടത്തിയ കേസിൽ ഒരാളെ പോലും, ഒരു ലീഗ് പ്രവർത്തകനെ പോലും അറസ്റ്റ് ചെയ്യാൻ അന്നത്തെ നേതൃത്വം തയ്യാറായിട്ടുമില്ല. പല ഘട്ടങ്ങളിലും വളരെ ശക്തമായ, താങ്കൾ പറഞ്ഞ പോലെ നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള ലീഗ് കോൺഗ്രസ് ഭിന്നത എന്നുള്ളതാണ്. അത് ആര്യാടൻ ഷൗക്കത്തിലൂടെ വീണ്ടും രൂപപ്പെടുന്നത് ലീഗ് എത്രമാത്രം താല്പര്യപ്പെടും എന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. ഞാൻ വസന്ത് സിറിയക്കിലേക്കാണ് വരുന്നത്. വസന്ത്, ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നത് അത് ഉചിതമായൊരു തീരുമാനമാണോ എന്ന സംശയവും ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം ആര്യാടൻ 87 മുതൽ തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലത്തിൽ 2016 അദ്ദേഹം മകനെ മത്സരിപ്പിച്ച് ആര്യാടൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആ മണ്ഡലം മകനിലേക്ക് കൈമാറാൻ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചു. ദയനീയമായി പരാജയപ്പെട്ടു. അതുമാത്രമല്ല, തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും 2016 തോറ്റവർ 2021 വീണ്ടും പരീക്ഷണം നടത്തി വീണ്ടും മത്സരിച്ച് തോറ്റുപോയിട്ടൊക്കെയുണ്ട്, അല്ലെങ്കിൽ ജയിച്ചിട്ടുണ്ട്.
ഇപ്പോൾ കരുനാഗപ്പള്ളി CR മഹേഷ്, ഞാൻ ചോദിക്കുന്നത്, പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ അങ്ങനെ പോലും പരീക്ഷിക്കാൻ നിന്നില്ല, ധൈര്യം കാണിച്ചിട്ടില്ല കോൺഗ്രസ്. 2021 തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. പകരം പ്രകാശാണ് മത്സരിച്ചത്, DCC പ്രസിഡന്റ്. പ്രകാശ് നല്ല മത്സരം കാഴ്ചവെച്ചു. അൻവർ 2000-ൽ പരം വോട്ടിന് മാത്രമാണ് ജയിച്ചത്. പക്ഷേ അങ്ങനെ ഒരാളെ, എന്നാൽ ഒട്ടേറെ ഘടകങ്ങളുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നില്ല. ഇതെല്ലാം വെച്ചാണ് ഞാൻ അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് ആ മണ്ഡലത്തിൽ ഒരു തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഡിസിഷനായി, നല്ല സ്ഥാനാർത്ഥിയായി, ഒരു യുക്തമായ തീരുമാനമായി എല്ലാവരും കണക്കാക്കുമോ? അങ്ങനെയല്ല അങ്ങനെ പലരും കാണുന്നില്ല, ഒരു വിഭാഗം കാണുന്നില്ല എന്നൊക്കെയാണ് മണ്ഡലത്തിൽ നിന്ന് വരുന്ന മാധ്യമ വാർത്തകളും അനുഭവങ്ങളുമൊക്കെ. വസന്ത്, എന്ത് പ്രതികരണം? അത്തരം മാധ്യമ വാർത്തകൾ കൈരളിയും ദേശാഭിമാനിയും മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നം പേർന്ന സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതേ ചാനൽ പുറത്തുവിട്ടതെന്നാണ്. ഉടനടി DCC പ്രസിഡന്റ് ശ്രീ VS ജോയി മാധ്യമങ്ങളെ കാണുന്നു. അതൃപ്തി തുറന്നു പറയാൻ സാധ്യത എന്നുള്ളതാണ് നിങ്ങളുടെ ഹെഡ്ലൈൻ. ബാക്കി എല്ലാ മാധ്യമങ്ങളും VS ജോയി മാധ്യമങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പോലും സംസാരിക്കുന്നതിന് മുമ്പ്, കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ ഏറ്റവും ഉന്നത സ്ഥാനീയർ പോലും പറയുന്നതിന് മുമ്പ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ അറിയിക്കാൻ വേണ്ടിയായിരുന്നു ശ്രീ ജോയി മാധ്യമങ്ങളെ കണ്ടത്. അപ്പൊ നിങ്ങൾ തിരുത്തിയില്ല. ഇപ്പോഴും നിങ്ങളുടെ ആർക്കൈവ്സിൽ അതുണ്ട്, ജോയിക്ക് അതൃപ്തി, മാധ്യമങ്ങളെ ഉടൻ കാണും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള വാർത്തകളോട് പ്രതികരിക്കാൻ തൽക്കാലം നിർവാഹമില്ല എന്നേ പറയാനുള്ളൂ. രണ്ട്, ഈ അതൃപ്തി എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം വസന്ത്, ഞാൻ അങ്ങനെ ആ ആംഗിളിലല്ല എൻ്റെ ചോദ്യം. ഞാൻ ചോദിച്ച ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കോൺഗ്രസ് തന്നെ 2021 നിരാകരിച്ചതാണ്. ഷൗക്കത്ത് ആ മണ്ഡലത്തിൽ ഫിറ്റല്ല എന്ന് 2021 കണ്ടു മാറ്റിയ ആളാണ്. അങ്ങനെ വീണ്ടും ഒരു ബൈ ഇലക്ഷനിലേക്ക് കൊണ്ടുവന്നാൽ, ഞാൻ അങ്ങനെ വേറൊരു ആംഗിളിലാണ് എൻ്റെ ചോദ്യം. ആ നിലയിൽ ആളുകൾക്ക് ചോദ്യമുണ്ടാകില്ലേ, സംശയമുണ്ടാകില്ലേ? അതിന് ആധാരമായ കുറേ ഘടകങ്ങളുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സംശയമുള്ളത് CPM-നും CPM സഹയാത്രികർക്കും മാത്രമാണ്. ആ സംശയം നിങ്ങളുടെ കയ്യിൽ വെക്കുക. കാര്യം തൽക്കാലം അവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണല്ലോ UDF-നെ സംബന്ധിച്ച്. ആ കോൺഗ്രസ് പാർട്ടിക്ക് ഔദ്യോഗികമായ ഒരു തീരുമാനമുണ്ട്. ആ പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. നിങ്ങളുടെ അടക്കം വിവിധ മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർ പലരും ചോദിച്ചു, എറണാകുളത്ത് നിന്നാണോ പ്രഖ്യാപനം ഉണ്ടാവും? അല്ലല്ലോ, ഡൽഹിയിൽ നിന്നാണ് എന്ന് ക്ലിയർ ആയി പറഞ്ഞു. എന്തുകൊണ്ടാ? ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അങ്ങനെയാണ്. അതുകൊണ്ട് ഡൽഹി വളരെ ക്ലിയർ ആയി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഒരാളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപനം അവിടുത്തെ DCC പ്രസിഡന്റ് ശ്രീ VS ജോയി അടക്കമുള്ളവർ, അവിടുത്തെ പ്രവർത്തകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഞങ്ങൾ മത്സരരംഗത്തേക്ക് ഇറങ്ങിയാണ്. ഇനി അങ്ങ് ചോദിച്ചതുപോലെ ഫിറ്റല്ല എന്ന് കണ്ടുകൊണ്ട് എന്നത് വ്യാഖ്യാനമാണ്. ശ്രീ നിന്നോട്ടെ, നിങ്ങൾ വ്യാഖ്യാനം ഒന്നും എടുക്കേണ്ട വസന്ത്. എൻ്റെ സംശയം, 2016 തോറ്റ് 2021 ഷൗക്കത്തിനെ മാറ്റി നിർത്തുന്നു, ഫിറ്റല്ല എന്ന് കണ്ടും മാറ്റി നിർത്തുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് 2025 ഉപതെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നത്? അതെങ്ങനെയാണ് ആ ഒരു തീരുമാനത്തെ പൊളിറ്റിക്കലി വിശദീകരിക്കുക? നിങ്ങൾ മുൻവിധിയോടെയാണ് വസന്ത് പലതും പറയുന്നത്. മാധ്യമങ്ങൾ അങ്ങനെ കൊടുത്തില്ലേ, മാധ്യമങ്ങൾ ഇങ്ങനെ കൊടുത്തു. ഞാൻ അതൊന്നുമല്ല ചോദിച്ചത്. ഈ 16 മത്സരിച്ച് പരാജയപ്പെട്ടയാളെ 21 മാറ്റി നിർത്തി. പകരം വന്നയാൾ നല്ല മത്സരം കാഴ്ചവെച്ചു, അൻവറിൻ്റെ ഭൂരിപക്ഷം കുറച്ചു. എന്നിട്ടും ഈ 16 തോറ്റ ഷൗക്കത്തിനെ ഇവിടെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ട്? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. മിനിഞ്ഞാന്ന് വരെ CPM-നെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിൽ സെക്സ് റാക്കറ്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സരിനെ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായി മുമ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് വസന്ത് മനസ്സിലാകാഞ്ഞിട്ടല്ല, 16 തോറ്റയാൾ 21 വീണ്ടും തോൽക്കും എന്ന് കണ്ടുകൊണ്ട് മാറ്റുന്നു. അങ്ങനെ ഒരാളെ 25 എങ്ങനെ മത്സരിപ്പിക്കുന്നു? അത്രേ ഞാൻ ചോദിച്ചുള്ളൂ. ഇല്ലെന്നേ, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെയാണ് മറുപടി എങ്കിൽ ഞാൻ എന്ത് പറയാനാണ്? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ നിങ്ങളോടൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിലമ്പൂരിൽ വിശദീകരിക്കാനാവും? ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ വിശദീകരിക്കണ്ടേ, മറുപടി പറയണ്ടേ പാർട്ടി? നിങ്ങളോട് വിശദീകരിക്കണോ? വേണമെന്നേ, ചർച്ചയിൽ അത് സ്വാഭാവികമാണ്, വേണം. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കോൺഗ്രസ് പ്രതിനിധിയായി ചർച്ചയിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ചോദ്യം വരില്ലേ? ചോദ്യം വന്നാൽ നിങ്ങളോട് വിശദീകരിക്കണമെന്നുള്ളതല്ല ഉത്തരം. നിങ്ങൾക്ക് എന്തും വിശദീകരിക്കാം, പക്ഷേ ഇത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയിക്കോളൂ. ഞങ്ങൾ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് KPCC അധ്യക്ഷൻ മുതൽ DCC അധ്യക്ഷൻ മുതൽ അവിടുത്തെ 226 അധ്യക്ഷന്മാർ വരെ ഏറ്റെടുത്തു. ഇനി പ്രശ്നം നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളോട് തൽക്കാലം ഉത്തരം പറയാൻ സൗകര്യമില്ലെന്ന്. വസന്ത്, എന്റെ ചോദ്യം അതൊന്നുമല്ലല്ലോ. വസന്ത് നോക്കൂ, എന്റെ ചോദ്യം അതൊന്നുമല്ല. അതൊന്നുമല്ല എൻ്റെ ചോദ്യം. 16 തോറ്റയാളെ 21 മാറ്റി നിർത്തുന്നു. 21 ശേഷം 25 ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ആളെ എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നു? അതിൻ്റെ ഒരു വിശദീകരണം എന്താണ് പാർട്ടി പറയുക? ഇത്രേ ചോദിച്ചുള്ളൂ. ഞാൻ ചോദിക്കട്ടെ,
ഞാൻ ചോദിക്കട്ടെ, ചോദിക്കൽ ബുധനാഴ്ച വരെ ഉത്തരവാണെന്നേ വേണ്ടത്. മുഖ്യമന്ത്രിയോട് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ പ്രതിനിധിയാണോ? അല്ലല്ലോ. നിങ്ങൾ അനിൽകുമാറിനോട് ചോദിച്ചോളൂ, എനിക്ക് എതിർപ്പില്ല. എൻ്റെ ചോദ്യത്തിന് എന്തെങ്കിലും ഒരു മറുപടി പറയൂ. അല്ല, ക്ലിയർ ആണ് എന്റെ ചോദ്യം. എന്താണ്? അല്ല, ചോദ്യത്തിന്റെ ഉത്തരവാണ് വേണ്ടത്. വസന്ത്, ഉത്തരവല്ലേ വേണ്ടത്? എന്നോട് തിരിച്ചു ചോദിച്ചിട്ട് എന്താ കാര്യം? വെള്ളിയാഴ്ച നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാക്കാമെങ്കിൽ 2016 മാറ്റി നിർത്തിയ ആളെ ഞങ്ങൾക്ക് എന്താ ആക്കിക്കൂടാ? രണ്ട്, വി പ്രകാശ് മാറ്റി നിർത്തിയ ആളല്ല. DCC പ്രസിഡന്റ് മത്സരിക്കാനായി അവിടേക്ക് എത്തുമ്പോൾ സ്വയം ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഒഴിയുകയായിരുന്നു. വി പ്രകാശ് ഇന്ന് ജീവനോടെ ഇല്ല, അദ്ദേഹം യശുശരീരനാണ്. സ്വാഭാവികമായും ആ പോസ്റ്റിലേക്ക് ആ മണ്ഡലത്തിൽ നിന്ന് അക്കാലത്ത് ഷൗക്കത്തിനെ പ്രകാശിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഷൗക്കത്തുമായി ബന്ധപ്പെട്ടുണ്ട് എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. ഉടനെ കൈരളിയുടെ തലയിൽ വെച്ച് കെട്ടിക്കോളൂ, കുഴപ്പമില്ല, വാർത്തകളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വീണ്ടും ചോദിക്കും. KPCCയുടെ മുമ്പിൽ അതില്ല. ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറയുന്നു, KPCCയുടെ മുമ്പിൽ അതില്ല. രണ്ട്, നിങ്ങൾ ഈ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാതെ, ഞങ്ങൾക്ക് അവിടെ 4-5 മിടുക്കരായ പ്രവർത്തകർ കാണും, എല്ലാ മണ്ഡലത്തിലും ഉണ്ടത്. അവരിൽ പലരും ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എലിജിബിൾ ആയിരിക്കും. അങ്ങനെ എല്ലാ പാർട്ടിയിലും അങ്ങനെയല്ലേ? സ്വാഭാവികമാണ്. അവരെ പരിഗണിച്ച ശേഷം അതൊന്നും അല്ലല്ലോ. എൻ്റെ ചോദ്യം അതൊന്നും ആയിരുന്നില്ല. സ്വാഭാവികമാണ്, പാർട്ടികളിൽ ഉചിതമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരാൾക്കേ മത്സരിക്കാൻ കഴിയൂ. പക്ഷെ ഞാൻ ചോദിച്ചത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, എയറിലുണ്ട്. 16-ൽ തോറ്റു, 21-ൽ മാറ്റി നിർത്തി. 21-ൽ മാറ്റി നിർത്തിയത് ശരിയായിരുന്നു എന്ന് ആ മത്സരം തെളിയിച്ചു. കാരണം പ്രകാശ് വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ്, വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് തോറ്റത്. അൻവറിൻ്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു, അങ്ങനെ നിൽക്കുന്നു. 25-ൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വീണ്ടും 16-ൽ തോറ്റയാളെ എന്തുകൊണ്ട് പാർട്ടി സ്വീകാര്യമായി വരുന്നു? അതിന് രാഷ്ട്രീയമായ ഘടകങ്ങളുണ്ടാകാം, കാരണങ്ങളുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങളോട് പറയേണ്ടതില്ല എന്നാണ് വസന്തിൻ്റെ മറുപടിയിൽ. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അഡ്വക്കേറ്റ് ലാൽകുമാർ, UDFിനകത്ത്, വിശേഷിച്ച് കോൺഗ്രസിനകത്ത്, അൻവറിലേക്കൊക്കെ പിന്നാലെ വരാം, UDFിന് പുറത്തുള്ള പ്രശ്നങ്ങളാണല്ലോ അത്. UDFിനകത്ത് ഇപ്പോൾ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം, ഇവിടെ പല ഘടകങ്ങൾ വന്നു. ഒന്ന്, ലീഗ് ആര്യാടൻ ബന്ധം പലപ്പോഴും ഉലഞ്ഞ നാടാണ് നിലമ്പൂർ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 16, 21, 25 അതിനിടയിൽ പ്രകാശിൻ്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണ മനസ്സോടെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു UDF സ്ഥാനാർത്ഥി, UDF ക്യാമ്പ് എല്ലാവരും എന്നതിനർത്ഥം UDFുകാർ, കോൺഗ്രസ്സുകാർ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്ത് കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മാറിക്കഴിഞ്ഞു എന്ന് പൂർണ്ണമായും പറയാൻ കഴിയുന്നുണ്ടോ? താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? അല്ല, ഇവിടെ വസന്ത് ചെറിയക്ക് സാധാരണഗതിയിൽക്ക് മേളിൽ ഒരു പ്രകോപിതനാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. സാധാരണഗതിയിൽ വസന്ത് അങ്ങനെ പ്രകോപിതനാകുന്ന ഒരാളല്ല. എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ ആൻസർ അദ്ദേഹത്തിന് പ്ലോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അതിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാം. കേരളത്തിൽ ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ മൊത്തം തുറന്നാൽ നമുക്ക് കാണുന്നത് കോൺഗ്രസിൻ്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യമല്ല. അവരത് തീരുമാനിച്ചിട്ടുണ്ട്, അതിന് സംശയമില്ല. നമുക്ക് ഈ ഡിബേറ്റിൽ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. പക്ഷേ ഇയാൾ വേണോ വേണ്ടായോ എന്നുള്ളത് ഒരു തർക്ക വിഷയമാകുമ്പോഴും LDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അൻവറിനെ ലീഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നോക്കൂ, കൈരളിയിലെ ശരത്ചന്ദ്രനെയോ ഇവിടെ ഇടതുപക്ഷ സഹയാത്രികനായിരിക്കുന്ന എന്നെയോ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. നമ്മൾ ബോധ്യപ്പെടാൻ പോകുന്നുമില്ല പല കാര്യങ്ങളും. പക്ഷേ നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. കാര്യം നമ്മുടെ ചോദ്യങ്ങൾ അതിന് നിങ്ങൾക്ക് സൗകര്യമില്ല, മറുപടി പറയാൻ സൗകര്യമില്ല എന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു മറുപടി ചിലപ്പോൾ പറയാൻ പറ്റും, അത് നമ്മൾ കേൾക്കുകയും ചെയ്യും. പക്ഷേ എന്തിനാണ് അൻവറിൻ്റെ പുറകെ നടക്കുന്നത്? ഇപ്പോൾ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ, ഇപ്പോൾ കൈരളി അല്ലല്ലോ, ഇന്നൊരു ഞാൻ റിപ്പോർട്ടർ ചാനൽ കണ്ടപ്പം റിപ്പോർട്ടറിൽ എഴുതിയിരിക്കുന്നത് സുധാകരൻ ഇദ്ദേഹത്തെ കണ്ടു, അൻവറിനെ കണ്ടു. ഈ പറയുന്ന ആളെ അല്ലെങ്കിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിശ്ചയിക്കുന്നത്, കോൺഗ്രസിൻ്റെ AICC ആണ് നിശ്ചയിക്കുന്നതെങ്കിൽ ഈ പറയുന്ന അൻവറിനെ ബോധ്യത്തിലെടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? വൈ യു പീപ്പിൾ ആർ ടേക്കിംഗ് അൻവർ ഇൻ ടു കോൺഫിഡൻസ്? ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? അപ്പോൾ അടുത്ത പറയുന്നു തിരുവമ്പാടി സീറ്റ് എനിക്ക് വേണം, അല്ലെങ്കിൽ തിരുവമ്പാടി സീറ്റ് കൊടുക്കും, അതല്ല എന്നെ മുന്നണിയിൽ കയറ്റണം. ഈ പറയുന്ന ഇക്വേഷനുകൾ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ദൃശ്യമാധ്യമ പ്രവർത്തകർ മൊത്തം കോൺഗ്രസിനെ കുറിച്ച് കള്ളത്തരം പറയുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് അതിനും പറയാനില്ല, അതാണ് മറുപടിയെങ്കിൽ അതിനും പറയാനില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്നലെ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടത്തിൽ നിന്ന് ജയിച്ച അൻവർ അപ്പുറത്തേക്ക് പോകുന്നു. അൻവർ UDFിനകത്ത് കയറാൻ ഒരു തന്ത്രം ഉപയോഗിക്കുന്നു. ആ തന്ത്രങ്ങളിലൊന്ന്, ആദ്യം അദ്ദേഹം ഉപയോഗിച്ചത് ഞാൻ പിണറായി വിജയനെതിരാണ്. എന്നുവെച്ചാൽ പിണറായി വിജയനെതിരാന്ന് പറയുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ആ ഫാഷൻ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു പിണറായി വിജയനെതിരാണ്. അത് സതീശനെ കോൺഫിഡൻസിൽ എടുക്കാനാണ്. കാര്യം എങ്ങനെയാലും UDFിൽ
കയറി പറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു അൻവറിനുള്ളത്. അല്ലാതെ അൻവർ നോക്കൂ, ആദ്യം തമിഴ്നാട്ടിൽ പോകുന്നു, തമിഴ്നാട്ടിൽ പോയി DMK എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് തൃണമൂലിലേക്ക് പോകുന്നു. തൃണമൂലും കേരളവും തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. തൃണമൂലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും തമ്മിൽ എങ്ങനെ ചേർന്ന് പോകുന്ന കാര്യവും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ UDFിലേക്ക് കയറി പറ്റാൻ അദ്ദേഹം വലിയൊരു ശ്രമം നടത്തുന്നു. അത് സതീശൻ സമ്മതിച്ചില്ല. ഇത് സത്യസിദ്ധമായ കാര്യമാണ്, അതിനിപ്പം കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സതീശൻ സമ്മതിച്ചില്ല. പക്ഷേ സതീശൻ എന്താണ് ആവശ്യം? ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി നിലമ്പൂര് അൻവറിന് കുറച്ച് വോട്ട് കണ്ടേക്കാം, ഐ ഡോണ്ട് നോ. ആ അൻവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വോട്ട് ഒരിക്കലും UDFിനെതിരാകാൻ പാടില്ല. അതുകൊണ്ട് സതീശൻ ഒരു ട്രിക്ക് പ്രയോഗിക്കുന്നു. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനില്ലേലും അൻവറിന്റെ വീട്ടിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ഇന്നൊരു വാർത്ത വന്നിരിക്കുന്ന അൻവറിന്റെ വീട്ടിലേക്ക് കുറെ ആൾക്കാർ പോകുന്നു. ഈ പറയുന്ന ആൾക്കാരെ ആരെയും ബോധ്യപ്പെടുത്തുന്നെങ്കിൽ എന്തിനാന്നേ ഈ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊടിയുടെ കീഴിൽ തോപ്പിച്ച ഒരു മനുഷ്യനെ കോൺഫിഡൻസിൽ എടുക്കാൻ നിങ്ങൾ പോകുന്നത്? അപ്പൊ അത്രത്തോളം പരിതാപകരമായ സ്ഥിതിയിൽ അത് നിൽക്കുന്നെന്നുള്ളതാണ്. ഇത് സത്യമാണ്. കോൺഗ്രസിന്റെ സ്ട്രെങ്ത്തിൽ, പൂർണ്ണമായും കോൺഗ്രസിന്റെ സ്ട്രെങ്ത്തിലാണ് കോൺഗ്രസ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം 3000 വോട്ടിന് തോറ്റു. ഈ പ്രാവശ്യം അൻവർ ഡിസെൻഡ് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾ ജയിക്കണമല്ലോ. അപ്പൊ പ്രശ്നം ഇത്രേ ഉള്ളൂ, അൻവർ CPIഎമ്മിൽ നിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ പോകുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് കോൺഗ്രസിന് അറിയാം. അല്ലെങ്കിൽ അൻവർ മത്സരിക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടാണ് അദ്ദേഹം പിടിച്ചു മാറ്റുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നല്ലതല്ലേ? അപ്പൊ അൻവർ നിൽക്കരുത് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പൊസിഷൻ എന്താണ്? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് സുധാകരൻ എന്തിനു പോയി കാണാൻ നിൽക്കുന്നു? അപ്പൊ വളരെ വ്യക്തമാണ്, അൻവർ പിടിക്കാൻ പോകുന്ന വോട്ട് കോൺഗ്രസിന്റെ വോട്ടാണ്. അദ്ദേഹത്തിന് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം കോൺഗ്രസിനുണ്ട്. ഇപ്പൊ അൻവർ നിന്നാലും നിന്നില്ലേലും നമുക്കൊന്നുമില്ല. കാര്യം എന്താ? നമ്മുടെ വോട്ട് എന്തായാലും നമുക്കുള്ള കേഡർ വോട്ടുകൾ, നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ നമുക്ക് വോട്ട് ചെയ്യും. അൻവർ നിൽക്കുന്നോ നിൽക്കുന്നില്ലയോ എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ലല്ലോ. പക്ഷെ അൻവർ നിൽക്കുന്നോ നിൽക്കുന്നില്ലയോ എന്നുള്ളത് UDFിന് ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ഇവർ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് അൻവറിന്റെ വാതിക്കെ പോയി ഇവർ നിൽക്കുന്നത്. ശരി. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല എങ്കിൽ പോലും അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ഇവർക്ക് ഇതൊരു ഡബിൾ എഡ്ജ് സ്വോർഡാണ്. അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. കാര്യം, അൻവറിനെ കയ്യിൽ വെച്ചാൽ അൻവറിന് കൈകൊള്ളും, UDFിന് കൈകൊള്ളും. അൻവറിനെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഇപ്പം ഇവർക്ക് കൈകൊള്ളും. ഇപ്പം ഇതേത് വേണം എന്നുള്ളത് ഇപ്പം പൊള്ളും, പിന്നെ പൊള്ളും. ഇതിൽ ഏതായാലും പൊള്ളല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊന്നത്. പിന്നെ അത് മാത്രമല്ല, അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കൂ, അൻവറിൻ്റെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ നോക്കൂ, 10 വർഷം MLA ആയിട്ടിരുന്ന ഒരാൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് കുറച്ച് ഇൻഫ്ലുവൻസ് ഒക്കെ കണ്ടേക്കാം. പക്ഷെ പ്രശ്നം എന്താ ഇവിടെ? അദ്ദേഹത്തിന് നിലമ്പൂര് ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മറ്റൊരു മണ്ഡലത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരാളാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലൊരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്ററെ അങ്ങനെ പൊളിറ്റിക്കലി ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയാം. അൻവർ ഓരോ ദിവസം ഓരോ നിമിഷവും ഓരോന്നാ പറയാം. അങ്ങനത്തെ ഒരാളെ കോൺഗ്രസ് എടുത്ത് തലയെ വെച്ചാൽ കോൺഗ്രസിന് പാടാകുമോ എന്നുള്ള സംശയം കോൺഗ്രസിനുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി മിക്സ്. അപ്പൊ ഞാനീ പറയുന്നതിനകത്ത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാര്യം എന്താ? പലതും ഗ്രേ ആണ്. അത് കോൺഗ്രസ് ഗ്രേ ആയിട്ട് അനുഭവിക്കുന്നു. അത് അൻവർ ഗ്രേ ആണ്. ഈ പറയുന്ന അൻവർ ഗ്രേ ആണ്. ആ അൻവർ ഗ്രേ ആയതുകൊണ്ട് തന്നെ ഈ ഗ്രേ നേച്ചറിലുള്ള കാര്യങ്ങൾ, ആ ഗ്രേ കളറിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കും. അത് കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാം ഇതിനകത്തെ അപകടം എന്താന്ന്. നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് അദ്ദേഹം ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് നിന്ന് പുറത്തുപോയി അദ്ദേഹം അപ്പുറത്ത് പോകുന്നതിലൊന്നും അത് രാജ്യത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഏത് പാർട്ടിയിൽ നിന്ന് അപ്പുറത്തോട്ട് പോയി ഇപ്പുറത്തോട്ട് പോകുന്നതൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഇനിയും സംഭവിക്കും. പക്ഷെ ഇടതുപക്ഷത്തിൽ നിന്ന് പോയ അയാള് കോൺഗ്രസിന്റെ നയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പൊസിഷന് ഡൈലൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നിങ്ങളാണോ വീക്ക്, ഇടതുപക്ഷമാണോ വീക്ക്? അത്രമാത്രം ആലോചിച്ചു. ശരി. ഇവിടെ ഏതായാലും അൻവർ CPIഎമ്മുമായി ഉള്ള സഹകരണം അവസാനിപ്പിച്ച്, LDFുമായുള്ള സഹകരണം അവസാനിപ്പിച്ച് ആ മുന്നണി ബന്ധമൊക്കെ വിട്ട് പുറത്തേക്ക് വന്ന് ഘട്ടത്തിൽ എന്താണോ CPIഎം പറഞ്ഞത് അത് നാൾക്ക് നാൾ ശരിവെക്കും വിധത്തിൽ തന്നെയാണ് അൻവർ തുടർന്ന് ഇങ്ങോട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിലെല്ലാമാണ് കേരളമാകെ സഞ്ചരിച്ചൊരു വലിയ പോരാട്ടമാകാനും തീപ്പന്തമാകാനും പോയ ഒരു മനുഷ്യൻ ഇപ്പോൾ മണ്ഡലത്തിൽ പോലും എവിടെങ്കിലും ഒന്ന് നിൽക്കാൻ, എവിടെങ്കിലും എന്ന് പറയാൻ ഇനി ആകെ ഓപ്ഷൻ ഉള്ളത് UDF എന്നുള്ളതാണ്. ആ UDFിനകത്തേക്ക് കയറി
നിൽക്കാൻ കഴിയും വിധത്തിലേക്ക് ഒരു ഘടകകക്ഷിയാകാൻ വേണ്ടിയിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് വെച്ചുള്ള ശക്തമായിട്ടുള്ള വിലപേശലും സമ്മർദ്ദവുമാണ് നടത്തുന്നത്. അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നത് സ്വാഭാവികമായും ലാൽ പറഞ്ഞതുപോലെ അല്പം കൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ശ്രീ അനിൽകുമാർ, ഞാൻ നേരത്തെ വസന്തിനോട് ഈ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് പൂർണ്ണാർത്ഥത്തിൽ ഒറ്റ മനസ്സോടെ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടോ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞ ഒരു രീതിയൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളോടത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ചോദിക്കാൻ വന്നത്, പക്ഷേ അതൊരു എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്, അതിൽ നിങ്ങൾക്ക് കാര്യമില്ല എന്ന നിലയിൽ ഇപ്പോൾ CPM അതിനെ കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതേക്കുറിച്ചൊരു വിലയിരുത്തൽ CPM ഉണ്ടാകും. ഞാനത് പറയാൻ കാര്യം, ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് UDF-നകത്തും പുറത്തും പ്രശ്നങ്ങളാണ് എന്നാണ്. UDF-ന് അകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി വന്ന ശേഷവും ആ സ്ഥാനാർത്ഥി ദഹിക്കാത്ത ആരൊക്കെയോ അതിനകത്തുണ്ട്. അതായിരിക്കണമല്ലോ അകത്തെ പ്രശ്നം തെരഞ്ഞെടുപ്പിൽ. ഇതൊരു സംഘടനാ പ്രശ്നമല്ലല്ലോ. പുറത്തെ പ്രശ്നം എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും അറിയുകയും ചെയ്യാം. അത് അൻവറുമായി ബന്ധപ്പെട്ടാണ്. അൻവറിനെ കൂടെ നിർത്തി ഈ രണ്ട് ഫാക്ടർ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? സ്ഥാനാർത്ഥി എന്നതൊരു ഏകാഭിപ്രായം കോൺഗ്രസിൽ രൂപപ്പെടുത്താൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? രണ്ടാമത്തെ ഫാക്ടർ നേരത്തെ സൂചിപ്പിച്ചെങ്കിലും അൻവറിനെ എങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകും? ആദ്യം അതിൻ്റെ രാഷ്ട്രീയ മാനം പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വെല്ലുവിളികളുടെ മുമ്പിൽ വേട്ടയാടപ്പെട്ട മതന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്നതിനെതിരായ കടുത്ത പ്രതിരോധമാണ് CPM ക്യാമ്പയിൻ്റെ ഭാഗമായി ഉയർത്തിയത്. അതോടുകൂടി CPIM ഒരു പ്രത്യേക മതവിഭാഗത്തിന് കീഴ്പ്പെട്ടു പോയ പാർട്ടിയാണ് എന്നുള്ള ആശയം ഉണ്ടാക്കാനാണ് ഒരു ഭാഗം മാധ്യമങ്ങൾ ശ്രമിച്ചത്. എന്നാൽ CPM വളരെ കൃത്യമായ പൊസിഷൻ എടുത്തിട്ടുണ്ട്. പലസ്തീൻ്റെ വിഷയമാണെങ്കിലും പിന്നീട് ഉയർന്നു വന്ന വഖഫിൻ്റെ വിഷയമാണെങ്കിലും RSS നമ്മുടെ കേരളത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിനകത്തും ചാഞ്ചല്യമില്ലാതെ മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ ഒരു ധ്യാനനിരതമായ ഏകാഗ്രതയോടെ ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാൻ ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ കളങ്കം ചാർത്തിക്കൊണ്ടാണ് LDF അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM ഇവിടെ സംഘപരിവാരുമായി സന്ധി ചെയ്യുന്നു എന്ന ഒരു വ്യാജ കനകൂല സിദ്ധാന്തം. അത് അൻവർ പ്രചരിപ്പിക്കാൻ മുൻനിന്നയാളാണ്. UDF-ൻ്റെ എല്ലാവരും പ്രചരിപ്പിക്കാൻ മുൻനിന്നയാളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കേരള രാഷ്ട്രീയത്തിലെ ഒരു കൊല്ലക്കാലത്തെ UDF-ൻ്റെ ക്യാമ്പയിൻ പോയിന്റ് എന്ന് പറയുന്നത് സംഘപരിവാരുമായി കേരളത്തിലെ ഇടതുപക്ഷ നേതാവ് ഇതാ സഖ്യപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തോ ഒളിക്കാനുണ്ട്. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കൊല്ലക്കാലത്തെ അവരുടെ ക്യാമ്പയിൻ പോയിന്റ്. അൻവറിന് കേരളത്തിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നൊരു കാര്യം RSS-ൻ്റെ ഒരു തലവനുമായി സന്ദർശനം നടത്താനിടയായ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട കലഹം കൂടി വന്നപ്പോൾ അതുകൂടി ഉപയോഗിച്ചുകൊണ്ട് ഇത് ഒരു സ്ഥാപിക്കത്തക്ക തരത്തിലേക്കുള്ള ആഖ്യാനങ്ങൾ നിർമ്മിക്കാൻ അവർ ഉപയോഗിക്കുകയും ചെയ്തു. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ അവസ്ഥ എന്താണ്? ഈ രാജ്യചരിത്രത്തിലാദ്യമായി ED നടക്കുന്ന കൊള്ളയെ സംബന്ധിച്ച് കൃത്യമായും സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ED ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ട് കൊള്ള നടത്തുന്ന കൈക്കൂലിക്കാരെ പിടിക്കുന്ന തരത്തിലേക്ക് കേരള പോലീസ് വളർന്നിരിക്കുന്നു. സംഘവൽക്കരിക്കപ്പെട്ട RSS-വൽക്കരിക്കപ്പെട്ടൊരു പോലീസിന് ED-ക്ക് കയ്യിൽ വിലങ്ങ് വെക്കാൻ പറ്റുന്ന പോലീസാകുമോ? ആ ED ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കി കേരളത്തിലെ പോലീസ് കേസ് എടുത്തു എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റുമുട്ടാനുള്ള കരുത്തിൻ്റെ തെളിവിന് ഉദാഹരണമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പ്രതിയാക്കിക്കൊണ്ട് ഇപ്പോൾ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നു. ആ കേസിനെ CPM അഭിമാനത്തോടെയാണ് കാണുന്നത്. 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയ കോൺഗ്രസും BJP-യും അടങ്ങുന്ന സംഘം ഇന്ത്യ രാജ്യം മുഴുവൻ നിരന്ന് കൊള്ളയടിച്ചപ്പോഴും അതിൽ ഒരു പങ്ക് പറ്റാതെ ഞങ്ങൾ അതിനെതിരായി യുദ്ധം ചെയ്തൊരു പാർട്ടിയാണ്. ആ പാർട്ടിയാണോ തൃശ്ശൂർ ജില്ലയിലെ ഏതോ ഒരു സഹകരണ ബാങ്കിലെ ചില ക്രമക്കേട് നടന്നപ്പോൾ അതിൻ്റെ അറ്റത്ത് പോയിട്ട് പാർട്ടി പണം വാങ്ങാൻ പോകുന്നത്? CPM ഒരു പണവും വാങ്ങിയിട്ടില്ല. അവിടെ ആകെ സംഭവിച്ചത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട സഹകരണ ബാങ്കിൽ അവിടുത്തെ പ്രാദേശിക ലോക്കൽ കമ്മിറ്റികൾക്ക് ചില അക്കൗണ്ട് ഉണ്ടായിരുന്നു. അവർ അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ നടത്തിയാൽ എങ്ങനെയാണ് കള്ളപ്പണം വാങ്ങുന്നത്? ഇതേവരെ മനസ്സിലാകാത്തൊരു ലോജിക്കാണത്. ആ അക്കൗണ്ടിലൂടെ അവർ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട് അവിടുത്തെ പാർട്ടി കമ്മിറ്റി. അത് ചെറിയ തുകയുള്ളൂ, വലിയ തുക ഇല്ലതാനും. അത് ഉപയോഗിച്ചവർ വസ്തു വാങ്ങി
കെട്ടിടം നിർമ്മിച്ചു. അതിനുള്ള പണമാണ് ഇതെല്ലാം ഉപയോഗിക്കപ്പെട്ടത്. പിന്നെ സോവനീറിന്റെ സമ്മേളന പിരിവോ അങ്ങനെ എന്തോ ചെറിയ ചെറിയ അക്കൗണ്ട്. പക്ഷേ ശ്രീ അനിൽകുമാർ ഇ ഡി എ ഉദ്ധരിച്ച് മലയാള മനോരമ പോലെയുള്ള മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല. അതെ, വെറുതെ ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്. ബാങ്ക് അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ നടത്തിയാൽ എങ്ങനെ കള്ളപ്പണമാകും? കിബിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് കോടതി ചോദിച്ച ചോദ്യമാണ്. കിബി അക്കൗണ്ടിലൂടെ അല്ലാതെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾക്ക് എന്താണ് ജൂറിസ്ഡിക്ഷൻ? നിങ്ങൾക്ക് അന്വേഷിക്കാൻ എന്താ അധികാരം? ഇപ്പോൾ തമിഴ്നാടിൻ്റെ കേസിനകത്ത് അവിടുത്തെ മദ്യവ്യാപാരം നടത്തുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ആഫീസിലേക്ക് കയറി റെയ്ഡ് ചെയ്തതിന് നിങ്ങൾ എന്ത് കാര്യം? മുന്നു വന്ന് ഉത്തരം പറയണം. കോടതി വിധികളുണ്ട്. ശരി, അതുകൊണ്ട് ഇ ഡി കരുവന്നൂര് വെള്ളം കുടിക്കും. സഖാവ് കെ രാധാകൃഷ്ണനും എ സി മൊയ്തീനും ഇപ്പതാ കെ വി അബ്ദുൽ ഖാദറും അതുപോലെ തന്നെ സഖാവ് എം എം വർഗീസും അടക്കമുള്ള നേതാക്കന്മാർ എന്തിനാ അവർ വ്യക്തിപരമായിട്ട് ഒരു വെള്ളി രൂപ കരുവന്നൂര് ബന്ധവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടോ? ഇല്ല. അപ്പം ആ കേസിൽ CPM പ്രതിയാക്കിയത് എന്തിന്? ചോദ്യം. 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് CPM നടത്തിയ യുദ്ധത്തിന് നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ തിരിച്ചു നൽകിയ പ്രതികാരമാണ് ഇ ഡി ആ കേസിൽ CPM പ്രതിയാക്കിയത്. അത് മനസ്സിലാക്കണം. ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു കൊല്ലക്കാലമായി കേരളത്തിലെ UDF മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി, ഇവിടുത്തെ SDPI, ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടാൻ നിൽക്കുന്ന കൂട്ടരാകെ രൂപപ്പെടുത്തി വന്ന രാഷ്ട്രീയം തലകുത്തി വീണിരിക്കുന്നു. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിനെതിരായി പൊരുതാനുള്ള ശേഷിയുള്ള ഇടതുപക്ഷം വേണോ വേണ്ടയോ? ആ ഇ ഡിയുടെ വേട്ടയാടൽ അനുഭവിക്കുന്ന ഇടതുപക്ഷത്തിനോടൊപ്പമാണോ നിൽക്കേണ്ടത്? അതോ ചന്ദ്രികയുടെ പൈസ ഉണ്ടല്ലോ, എന്താ ഇ ഡി അങ്ങോട്ട് പോകാത്തത്? അവിടെ പോയി ആരാണ് മൊഴി കൊടുത്തത് പോലും അറിഞ്ഞില്ല. KT ജില്ലയിൽ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പം കോഴി മുട്ടയിടുന്ന പോലെ, പൊരുന്നക്കോഴി മുട്ടയിടുന്ന പോലെ എന്തൊരു ബഹളായിരുന്നു. മറ്റു ചന്ദ്രികയുടെ ചോദ്യം ചെയ്യൽ നമ്മുടെ നാട്ടിലെ ആരും അറിഞ്ഞില്ലല്ലോ. പാലാരിവട്ടത്തും ചന്ദ്രികയ്ക്ക് പോയ പൈസ. ആരാണ് ഇ ഡി ആയിട്ട് യുദ്ധം ചെയ്യുന്നത്? ആർക്കാണ് ഇ ഡി ആയിട്ട് യുദ്ധം ചെയ്യാനും മോദിയായിട്ട് യുദ്ധം ചെയ്യാനും കരുത്തുള്ളത്? ഇത് നിലമ്പൂരിലെ മനുഷ്യർ കാണും. അതുകൊണ്ട് വ്യക്തികളല്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം, രാഷ്ട്രീയമാണ് പ്രശ്നം. ആ രാഷ്ട്രീയത്തിനകത്ത് നിലമ്പൂർ അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്, കേരള രാഷ്ട്രീയത്തിന് നൽകുന്ന ഉറപ്പ്, മലബാറിലെ മനുഷ്യർക്ക് നൽകുന്ന ഉറപ്പ്, മലബാറിലെ മണ്ണിന് പ്രത്യേകതയുണ്ട്. പോത്തന്നൂരിൽ മരിച്ചു വീണ മനുഷ്യൻ സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിൽ മരിച്ചു വീണ മനുഷ്യനാണ്. ആ പോരാട്ടത്തിന് കരുത്തുള്ള സഖാവ് കുഞ്ഞാലിയുടെ രക്തം വീണൊരു മണ്ണിൽ നിന്നുകൊണ്ട് അവിടുത്തെ മനുഷ്യർ നടത്തുന്ന പോരാട്ടമുണ്ട്. ആ പോരാട്ടം മതനിരപേക്ഷ കേരളത്തിൽ മതനിരപേക്ഷതയുടെ കൊടി ഉയർത്തും. ആ പോരാട്ടം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്ന് നിലമ്പൂർ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടെ ശ്രീ വസന്ത്, മുമ്പ് ഞാൻ സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യം, UDF അകത്തും പുറത്തും പ്രശ്നങ്ങളുണ്ട്. അകത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആദ്യം നമ്മൾ സംസാരിച്ചത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വിവരങ്ങൾ, മാധ്യമ വാർത്തകൾ, ഇതെല്ലാം അതിനകത്തുണ്ട്. രണ്ടാമത്തെ കാര്യം പുറത്തെ പ്രശ്നം എന്നുള്ളതാണ്. ഇപ്പോൾ AICC, താങ്കൾ പലതവണ ഉദാഹരിച്ച AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പല നിലയ്ക്കും അൻവറുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന UDF രാഷ്ട്രീയ കാരണങ്ങളാൽ ആ അൻവർ നിങ്ങൾ പ്രഖ്യാപിച്ച AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് പരസ്യമായി അവഹേളിച്ചത്. അങ്ങനെ നിൽക്കുന്ന അൻവറിനെ അക്കോമഡേറ്റ് ചെയ്ത് നിലമ്പൂരിൽ കൊണ്ടുപോകണം എന്ന് തന്നെയാണല്ലോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അതിശക്തമായി അൻവറിന് മറുപടി പറയാൻ, ഏതെങ്കിലും പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയെ അവഹേളിച്ച അൻവറിനെതിരെ ആ നിലയിൽ മറുപടി പറയാനും അത് കൃത്യമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനും കോൺഗ്രസ് തയ്യാറാകാത്തതിൻ്റെ സൂചന തന്നെ അൻവറിനെ ഭയന്നിട്ടോ അൻവറിനെ കൂടെ നിർത്തണം എന്ന് കരുതിയിട്ടോ തന്നെയല്ലേ? നോക്കൂ, ആ ജില്ല ഉണ്ടായി കാലം ഇത്രയായിട്ടും സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ആ ജില്ലയിൽ എവിടെയെങ്കിലും മത്സരിപ്പിക്കാൻ ആർജവമില്ലാത്ത CPM ആണ്. ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത നിങ്ങളാണ്. നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന കൈരളിയല്ല, CPM-നെയാണ്. നിങ്ങൾ CPM ആണ് ഞങ്ങളെ ഞങ്ങൾക്ക് ആർജവുമില്ല, മുട്ടുകാലങ്ങ് കൂട്ടി വിറയ്ക്കുന്ന അൻവറിനെ കാണുമ്പോൾ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. നോക്കൂ, അൻവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തി നിങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് ഏതാണ്ട് 2 ആഴ്ചക്കാലം പ്രസ് മീറ്റ് നടത്തിയപ്പോൾ CPM-ന്റെ ആരെങ്കിലും പ്രതികരിച്ചോ? ഔദ്യോഗികമായി അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് നിങ്ങൾ, അതായത് CPM, അദ്ദേഹത്തിനെതിരെ പോരുമായി ഇറങ്ങിയത്. ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കാലത്തോളം CPM-ന്റെ ഭാഗത്ത് നിന്ന് യാതൊരു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങളിൽ എത്രയോ തവണ വിശദീകരിച്ചു. വസന്ത് ശ്രദ്ധിച്ചിരുന്നില്ലേ? മുഖ്യമന്ത്രി ആ പരാതി വന്ന ഘട്ടം മുതൽ തന്നെ വാർത്താ സമ്മേളനങ്ങൾ അതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് പലതവണ. പിന്നീട് ശക്തമായ വിമർശനം വന്നത് അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ്.
ആദ്യം ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ഘട്ടത്തിൽ അത് പരിശോധിക്കുന്നതിനെക്കുറിച്ചും കാര്യങ്ങളും പറഞ്ഞു. പിന്നീട് അൻവറിനോടുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ വിമർശിക്കുന്നത്. അത് രണ്ട് ഘട്ടം. ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയില്ലേ? നിങ്ങളെങ്ങനെയാണ് അൻവറുമായി സഹകരിച്ചു പോവുക എന്നുള്ളതാണ്. പലതരം സമ്മർദ്ദങ്ങൾ. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തന്നെ അദ്ദേഹം പരസ്യമായി അവഹേളിച്ചില്ലേ വസന്ത്? എന്ത് മറുപടി? പറയുകയാണെന്നേ. അപ്പോൾ ശ്രീ അൻവർ വെളിയിലിറങ്ങി നിന്ന് 2 ആഴ്ചക്കാലം കഴിഞ്ഞ് പി ശശിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങുന്നത്. നോക്കൂ, അൻവർ നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് ഇറങ്ങി പോന്ന ദിവസം UDF പറഞ്ഞു അദ്ദേഹത്തോട് രാജിവെക്കണമെന്ന്. അദ്ദേഹം നിങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥി അല്ലാത്തതുകൊണ്ട് തന്നെ ഒരിക്കലും ജനപ്രാതിനിധ്യ നിയമം അദ്ദേഹത്തെ ബാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അയാൾ രാജിവെച്ചത്. 2, അയാൾ നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് LDF കക്ഷി നേതാക്കന്മാരിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വന്ന് രാജിവെച്ചതിന് ശേഷം ദിവസം ഇത്രയും കഴിഞ്ഞല്ലോ, UDFന്റെ പടിവാതിക്കൽ അദ്ദേഹം കയറി പറ്റിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്, ഞങ്ങൾക്ക് ചില ഡിമാൻഡ്സ് ഉണ്ട്. അതനുസരിച്ചാണെങ്കിൽ UDFൽ അദ്ദേഹത്തിന് സഹകരിക്കാം. ഇന്നിപ്പോ ഏറ്റവും നിലമ്പൂർ അദ്ദേഹത്തിന് അൻവറിന് സ്റ്റേക്ക് ഉണ്ടെന്ന് അൻവർ ധരിക്കുന്ന ഒരു നാടാണ്. അയാൾ അവിടുത്തെ 10 വർഷം MLA ആയിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അതെന്താണ് അൻവറിനോടുള്ള ഡിമാൻഡ്? അൻവറിനെ എങ്ങനെയാണ് കാണുന്നത്? പക്ഷേ അപ്പോഴും അതിന് ലൈഫ് ഉണ്ടോയെന്നാണ് എൻ്റെ ചോദ്യം. കാരണം AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പരസ്യമായി ആക്ഷേപിച്ചയാളാണ് അൻവർ. ആ ഭാഗത്തേക്ക് സൗകര്യപൂർവ്വം മാറി നിന്നിട്ടാണ് വസന്ത് പറയുന്നത്. കാരണം നാളെ അൻവറിനെയും കൂട്ടിച്ചേർത്ത് വർത്തമാനം പറയേണ്ടി വരുമോ എന്നൊരു ഒരു തോന്നലുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. വസന്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആക്ഷേപിച്ചിട്ടും അൻവറിനെതിരെ ആ ഭാഗത്ത് വിമർശിക്കാൻ തയ്യാറാകാത്ത, അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ തയ്യാറാകാത്തത്? വ്യക്തിപരമായി ശ്രീ ശരത്ചന്ദ്രൻ അങ്ങേക്ക് എന്നെ എത്ര കാലമായി അറിയാം? ഞാൻ ഏതായാലും ഒരു പാലത്തിന്റെ അപ്പുറവും ഇപ്പുറവും കൂടെ കാല് കവച്ചിട്ടിരിക്കുന്ന ആളല്ല എന്ന് അങ്ങേക്ക് ഏറ്റവും കുറഞ്ഞത് എന്നെ പറ്റിയെങ്കിലും അറിയാമല്ലോ. വളരെ കൃത്യമായ നിലപാട് അൻവർ നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് ഇറങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ പറഞ്ഞു. പുതിയ സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ആ സ്ഥാനാർത്ഥിയെ ആക്ഷേപിച്ചു അൻവർ. ഞാൻ അതാണ് ചോദിക്കുന്നത്. എന്നിട്ട് എന്താ മിണ്ടാത്തത്? ഏതെങ്കിലും നേതാവ് കണക്കിന് മറുപടി കൊടുത്തോ? പാവം ഷൗക്കത്ത് ഇന്ന് രാവിലെ അച്ഛൻ്റെ ഖബറിൽ പോയി കരഞ്ഞാണ് ആ സങ്കടം തീർത്തത്. നിങ്ങളുടെ ഏത് നേതാവാണ് അൻവറിന് മറുപടി കൊടുത്തത്? അതൊക്കെ അങ്ങേക്ക് തോന്നുന്നല്ലേ? ശ്രീ പറഞ്ഞതാ KPCC ഇല്ലെങ്കിൽ പറഞ്ഞു തരൂ. ക്ലിയർ ആയി പറഞ്ഞില്ലേ? ഒന്നെങ്കിൽ അൻവറിന് UDFന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരാം. ഒന്നെങ്കിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിക്കാന്ന് പറയുമ്പോൾ അവിടെ സ്ഥാനാർത്ഥി അംഗീകരിക്കലാണ്, അവിടുത്തെ ഞങ്ങളുടെ പരിപാടികൾ അംഗീകരിക്കലാണ്, ഞങ്ങളുടെ പൊതുവിലുള്ള ഡിമാൻഡ്സ്, ഞങ്ങളുടെ പൊതുവിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ അംഗീകരിക്കലാണ്. അങ്ങനെ അംഗീകരിച്ച അദ്ദേഹത്തിന് ഞങ്ങളുടെ കൂടെ വരാം. ഒരു സംശയം. ഇന്ന് ഇങ്ങനെ പറഞ്ഞ അൻവറിനോട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം അല്ലെങ്കിൽ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ എങ്ങനെയാണ് ധരിക്കുന്നത്? അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പരസ്യമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് വലിയ ആയുധമായി രാഷ്ട്രീയ എതിരാളികൾക്ക് അത് വെച്ച് നീട്ടുകയും ചെയ്തില്ലേ? ആ ആളിൽ നിന്ന് ഇനിയും സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുമോ എന്ന് ചോദിക്കുന്നത് തന്നെ ശരിയായ കാര്യമാണോ? ആര് ചോദിച്ചു? ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഏറ്റവും അവസാനം UDFന്റെ യോഗത്തിന് ശേഷം നിങ്ങളോട് പറഞ്ഞ എന്താണ്? തീരുമാനം അൻവറിന്റേതാണ്, ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അൻവറിന് 2 ദിവസം വേണമെന്ന് പറഞ്ഞു. അതായത് 2 ദിവസമോ 3 ദിവസമോ തെരഞ്ഞെടുപ്പ് തീരുന്നോടം വരെ അദ്ദേഹത്തിന് സമയം എടുക്കാം. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അവിടെ കുടുംബയോഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. CPMന്റെ ഇതുവരെ സ്ഥാനാർത്ഥിയായിട്ടില്ല. മഴ മൂലം ഇന്നത്തെ തെരച്ചിൽ നിർത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. നാളെ തുടരുമായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം 2-3 ദിവസം എടുത്ത് അദ്ദേഹം UDF നേതൃത്വത്തെ കാര്യം ബോധ്യപ്പെടുത്തിയാൽ മതി. ഞങ്ങളുടെ ഡിമാൻഡ് എന്താണ്? UDFൽ കക്ഷി ചേരുന്ന ആരും, അതിൽ സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ടാണെങ്കിലും കസേര ഇരുന്നിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും UDFൽ അംഗമാകുന്നെങ്കിൽ സ്വാഭാവികമായും UDF സ്ഥാനാർത്ഥി അദ്ദേഹം അംഗീകരിക്കേണ്ടതായി വരും. ആ UDF സ്ഥാനാർത്ഥിയെ മാത്രം അംഗീകരിക്കുക എന്നുള്ളതല്ല, UDFന്റെ അവിടുത്തെ പൊതുപരിപാടികൾ, UDFന്റെ സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ കാഴ്ചപ്പാട് അതിന് അംഗീകരിക്കേണ്ടതായി വരും. അത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം അന്വേഷിച്ചിട്ട് ഞങ്ങളെ അറിയിച്ചാൽ മതി. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാതിൽ പോയി മുട്ടുന്നൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അറിയിക്കട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങ് പറഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ എത്രയാണ് അൻവറിന്റെ വോട്ട്? 81,262 വോട്ടിനാണ് അൻവർ അവിടെ സെക്യൂർ ചെയ്യുന്നത്. 78,932 വോട്ട് VV പ്രകാശ് പിടിക്കുന്നുണ്ട്. 8,000 സംതിങ് വോട്ടാണ് BJPക്കുള്ള, 3,000 വോട്ട് SDPI സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ അവിടെ അൻവറിന് അധികമായി കിട്ടുന്നത് അങ്ങ് പറഞ്ഞതുപോലെ 3,000-ഓളം വോട്ടുകൾ മാത്രമാണ്. അൻവർ ഇല്ല എന്നിരിക്കട്ടെ, ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ആ 3,000 വോട്ടാണ് ഞങ്ങൾ കവർ ചെയ്യേണ്ടി വരിക. ആ 3,000 വോട്ട് എന്നുള്ളതല്ല, വളരെ ക്ലിയർ ആയി എല്ലാ പൊളിറ്റിക്കൽ കാൽക്കുലേഷനുകൾക്കും ശേഷം ഞാൻ പറയാം, 25,000 വോട്ടിന് UDFന്റെ സ്ഥാനാർത്ഥി അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉണ്ടെങ്കിൽ ആ 3,000 വോട്ടും കൂടെ എക്സ്ട്രാ കിട്ടും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വളരെ ക്ലിയർ ആയി 25,000 വോട്ടിന്, മിനിമം 25,000 വോട്ടിന് UDF സ്ഥാനാർത്ഥി അവിടെ ജയിക്കും. ഇനി അൻവറുമായി ബന്ധപ്പെട്ട ഒരു തെളിമയില്ലാത്ത നിലപാടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, വളരെ ക്ലിയർ ആയി പറഞ്ഞേക്കാം.
ഞങ്ങളുടെ മാറ്റർ ഓഫ് ബിസിനസ് അല്ല തൽക്കാലം അൻവറിന്റെ മാറ്റർ ഓഫ് ബിസിനസ് ആണ് യുഡിഎഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അത് അദ്ദേഹം തീരുമാനിച്ചറിയിക്കട്ടെ. അറിയിക്കുമ്പോൾ അദ്ദേഹത്തിന് യുഡിഎഫിന്റെ ഭാഗമാകണം എന്നാണ് അദ്ദേഹം തീരുമാനിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ചേർന്ന് പോകാൻ പറ്റുന്ന രാഷ്ട്രീയ ആശയങ്ങളുണ്ടെങ്കിൽ, ആശയധാരകളുണ്ടെങ്കിൽ, പൊതു മിനിമം പരിപാടികളുണ്ടെങ്കിൽ അദ്ദേഹത്തെയും സഹകരിപ്പിക്കും. അങ്ങനെ സഹകരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും യുഡിഎഫ് തൃണമൂൽ കോൺഗ്രസിനെ നിങ്ങൾ സഹകരിപ്പിക്കുമോ? തൃണമൂൽ കോൺഗ്രസിനെ അല്ല തൃണമൂൽ കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ ഐക്യനിരയുടെ ഭാഗമായിട്ടില്ലേ? എത്രയോ തവണയായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ബംഗാളിൽ നിങ്ങൾ അവരുമായിട്ടല്ല സഹകരണത്തിലല്ല, ബംഗാളിൽ നിങ്ങൾ അവരുമായി സഹകരണത്തിലല്ല. ഇന്ത്യ മുന്നണിയുമായി മമതാ ബാനർജിയുടെ നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയണം. അങ്ങനെയാണെങ്കിൽ ഈ തർക്കങ്ങളില്ലോ എന്നേ സാധ്യമാകുമായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ആണ് ഒരു പ്രശ്നമായി ഇതിൽ പറയപ്പെടുന്ന ഒരു കാരണം. അപ്പോഴോ അങ്ങനെയാണെങ്കിൽ അൻവർ ആ പാർട്ടി ഉപേക്ഷിച്ച് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുമായി വന്ന് ഘടകകക്ഷിയാകണം എന്നാണോ? അപ്പോഴത്തേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയില്ല. അല്ലെങ്കിൽ അതിവേഗം ഇതൊക്കെ ചെയ്യണം. 2 ദിവസം കൊണ്ട് ഒരു പാർട്ടി ഉപേക്ഷിക്കണം, അടുത്ത പാർട്ടി സൃഷ്ടിക്കണം, അതിൻ്റെ നേതാവാകണം, എന്നിട്ട് നേരെ ഘടകകക്ഷിയാകണം. നടക്കാത്ത കാര്യമൊന്നുമല്ല. അതാണോ ഉദ്ദേശിക്കുന്നത്? തൃണമൂൽ കോൺഗ്രസ് അങ്ങ് പറയുന്നത് പോലെ തൃണമൂൽ കോൺഗ്രസുമായി ഞങ്ങൾ എവിടെ ബംഗാളിൽ ചേർന്ന് പോകുന്നില്ല. നിങ്ങൾ ചേർന്ന് പോകുന്നുണ്ടോ? നിങ്ങളുടെ അടിവേർ ഇവിടെ എന്ത് പ്രസക്തി? ഇവിടെ മറ്റു പാർട്ടികളിൽ എന്ത് കാര്യം? നിങ്ങളും അൻവറും തമ്മിലല്ലേ ഈ കാര്യങ്ങളിൽ ഇടപാട് നടക്കുന്നത്. മറ്റുള്ളവർക്ക് എന്ത് കാര്യം? പറയട്ടെ. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം AICC ആസ്ഥാനത്ത് ചേർന്ന അക്ബർ റോഡിലെ പഴയ AICC ആസ്ഥാനത്ത് ചേർന്ന മീറ്റിംഗിൽ സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു, CPM-ന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു, ഇല്ലേ? അപ്പോ ഒരു വിശാല അടിസ്ഥാനത്തിൽ സഹകരിക്കാൻ പറ്റുന്നിടത്ത് TMC-യുമായി ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. അപ്പോ TMC ഓർ DMK എന്നുള്ളതല്ല പ്രശ്നം. വളരെ ക്ലിയർ ആയി ഞാൻ പറഞ്ഞല്ലോ, അൻവർ എന്ന് പറയുന്ന വ്യക്തി അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അദ്ദേഹം തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കട്ടെ. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം കോൺഗ്രസ് ഒഴിയണമെന്ന് ആവശ്യപ്പെടുന്ന BJP വിരുദ്ധ പാർട്ടികളിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് മമതാ ബാനർജിയാണ്. അതുപോലെ തന്നെ ശരത് പവാറിനും ലാലു പ്രസാദ് യാദവിനും ഒക്കെ പല ഘട്ടത്തിലും ഈ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അവരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ ലാൽകുമാറിലേക്ക് വരികയാണ്. ലാൽകുമാർ, ഈ നിലയിലൊക്കെ അൻവറിനെ കുറിച്ച് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥി ആദ്യം തന്നെ വളരെ പരസ്യമായി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തു. വിജയസാധ്യതയില്ല, മണ്ഡലത്തിലാകെ പൊതു സ്വീകാര്യനല്ല, അതിനൊട്ടേറെ കാര്യങ്ങൾ അങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞയാൾ ഇനിയും സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കുന്നോ എന്ന നിലയിൽ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് UDF കോൺഗ്രസ്. ഇപ്പോൾ വസന്ത് തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടല്ലോ. അപ്പോൾ ഇതിലേതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഒരു ക്ലാരിറ്റി ഉണ്ടോ? അല്ല, ഇതിനകത്ത് ഈ എൻറ്റയർ എപ്പിസോഡ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അൻവർ ഈസ് പ്ലേയിങ് എ വെരി ഗുഡ് ഗെയിം. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ ഒരു സ്വാൻ സോങ്ങിലെത്തി എന്ന് പറയാൻ വെച്ചാൽ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഈ പ്രാവശ്യം സീറ്റ് കിട്ടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളിലൊന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, ഈ പ്രാവശ്യം പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞു ഞാൻ അവിടെ മത്സരിക്കുന്നില്ല, ഞാൻ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, പിണറായി വിജയനെ തോൽപ്പിക്കാൻ നിൽക്കുന്നു എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഇംപ്ലൈഡ് മീനിങ്, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവിടെ സ്ഥാനാർത്ഥിയാകണം. നമ്മൾ നോക്കൂ, നമ്മളെല്ലാം പൊളിറ്റിക്സ് അത്രയും നിരീക്ഷിക്കുന്ന ആൾക്കാരാണ്. MLA ആയിരുന്ന ഒരാൾ അദ്ദേഹം പുറകോട്ട് പോയി പിണറായി വിജയനെ തോൽപ്പിക്കാനായിട്ടൊരു പൊസിഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് UDF കയറാൻ പോകുന്നു. അദ്ദേഹത്തിന് ആദ്യം അവസാനം വേണ്ടിയിരുന്നത് നിലമ്പൂർ ഒരു സീറ്റ് കിട്ടുക, സ്ഥാനാർത്ഥിയാകുക. അതിന് കോൺഗ്രസ് വഴങ്ങിയില്ല. അത് ആക്ച്വലി ദാറ്റ് ഈസ് എ പൊളിറ്റിക്കലി ഗുഡ് മൂവ് ബൈ കോൺഗ്രസ് പാർട്ടി. എനിക്ക് അതിന് സംശയമില്ല, അക്സെപ്റ്റ് ചെയ്യുന്നതിന് തെറ്റില്ല. അല്ല, അങ്ങനെ വന്നാൽ ജോയ് സ്ഥാനാർത്ഥിയാകുമായിരുന്നു അല്ലേ? വസന്ത് പറയുന്നത് പോലെ ലാല് അതിന് കോൺഗ്രസ് വഴങ്ങിയിരുന്നെങ്കിൽ VS ജോയ് സ്ഥാനാർത്ഥിയാകുമായിരുന്നു. ഇതൊക്കെ എന്നാണോ? കറക്റ്റ്. അപ്പം സംഭവിച്ചത് കോൺഗ്രസ് കുറേ കാര്യങ്ങൾ വഴങ്ങിയിട്ടില്ല. അല്ല, കോൺഗ്രസ് കുറച്ച് കാര്യങ്ങളിൽ അൻവറിനോട് വഴങ്ങിയിട്ടില്ല. അൻവർ പറഞ്ഞത് കേൾക്കുമായിരുന്നെങ്കിൽ അൻവറിനെ UDF എടുത്ത് അൻവറിനെ നിലമ്പൂർ നിർത്തുക എന്നുള്ളതായിരുന്നു അൻവറിന്റെ ലക്ഷ്യം. ലെറ്റ്സ് ബി വെരി ക്ലിയർ. നമ്മൾ പറയുന്നതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. അൻവറിന്റെ ലക്ഷ്യം വളരെ സിമ്പിളായിരുന്നു. അൻവറിന് അവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമായിരുന്നു. അതിപ്പം നടക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇപ്പം മറ്റൊരാളെ പ്ലേസ് ചെയ്യുന്നതിന് പുള്ളി അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫീബിൾ പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യം, ഈ പ്രാവശ്യം ഈ പറയുന്ന കോൺഗ്രസ് എങ്ങാനും ജയിച്ചു പോയാൽ, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, കോൺഗ്രസ് എങ്ങാനും ജയിച്ചു പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടത്തില്ല. അതിനപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്താണ്, അദ്ദേഹത്തിന് സേഫ് ആയിട്ട് വേറൊരു സീറ്റ് കിട്ടണം. ഈ വാർത്തകൾ വരുന്നതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കാര്യം അതിന് വളരെ സാധ്യതയുണ്ട്. കാര്യം ഒരു പൊളിറ്റീഷ്യൻ്റെ കരിയർ ഇപ്പം പറഞ്ഞാൽ ഒരു കേഡർ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടിയിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അദ്ദേഹം തിരുവമ്പാടി ചോദിക്കുന്നു, അല്ലെങ്കിൽ തിരുവമ്പാടി മുസ്ലിം ലീഗ് കൊടുക്കാമെന്ന് പറയുന്നു. ആ നെഗോഷിയേഷൻ നടക്കുന്നതിന് കാരണം തന്നെ ആ അൻവറിന്റെ പിടിവാശികൾ കൊണ്ടാണ്. കാര്യം അങ്ങനെ എന്തിനാണ് അൻവറിന് ഒരു സേഫ് സീറ്റ് കൊടുക്കാമെന്ന് UDF തീരുമാനിക്കുന്നത്? അൻവർ ഈ പറയുന്ന ബൽറാം പറയുന്നത് പോലെ സഹകരിക്കുന്നെങ്കിൽ സഹകരിക്കട്ടെ. കോൺഗ്രസ് പറയുന്നത് പോലെ VD സതീശൻ പറയുന്ന പോലെ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അൻവറിന് നമ്മളുമായിട്ട് ടേംസിൽ വരണമെങ്കിൽ വരാം. വി ആർ ദ പീപ്പിൾ ഹൂ റൂൾ ദ റൂസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ളൊരു പൊസിഷൻ അയാൾ എടുത്താൽ ഈ പറയുന്ന കോൺവെർസേഷൻ്റെ കാര്യമില്ലല്ലോ. ഉണ്ടോ? നമുക്ക് സൗകര്യം ബസന്ത് ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന ശക്തിയോടുകൂടി ബസന്തിന് അത് പറയാൻ പറ്റുമോ? പറ്റില്ല. ബേസിക്കലി അത് ആ സ്റ്റേറ്റ്മെന്റ് സത്യത്തിൽ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ബസന്ത് ഇപ്പൊ ചിലപ്പോൾ എടുത്ത് പറയുമായിരിക്കും, പക്ഷേ UDF പറയാൻ പറ്റുമോ? ഉത്തരവാദിത്തപ്പെട്ട വേറെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ സുധാകരനോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പിൽ കൂടെ കടന്നു പോകുന്നു. ആ ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം ജയിച്ചേ മതിയാകൂ എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ട്. ആ ഫീലിനകത്ത് അൻവർ അവർ വോട്ട് പിടിച്ചു മാറ്റുമെന്ന് സംശയമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സംശയമില്ല. അൻവർ എന്തായാലും അവർ വോട്ട് പിടിക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് ധാരണയുണ്ട്. അതുകൊണ്ടാണ് അൻവർ നിന്നോട്ടെ എന്ന് പറയും. അൻവർ ഇപ്പം വസന്ത് പറഞ്ഞ കണക്കനുസരിച്ചാണ് 3000 വോട്ട് കൂടുതൽ പിടിച്ചാൽ മതിയല്ലോ ജയിക്കാൻ. ആ 3000 വോട്ട് സ്വതന്ത്രനായി നിന്ന് അൻവർ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുമല്ലോ. അപ്പൊ അൻവറിനെ അവിടെ മത്സരിക്കാൻ വിടുകയും ഈ കോൺവെർസേഷനും അല്ലെങ്കിൽ ഈ ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻസിന് പോകാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. തിരുവമ്പാടി കൊടുക്കുന്നതിനെ കുറിച്ച് കുഞ്ഞാലിക്കുട്ടിയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കൃത്യമായി അവർക്കറിയാം ദേ ആർ ഗോയിങ് ടു ലൂസ് ദ ഗെയിം. അതിനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഈ അമിക്കബിൾ സെറ്റിൽമെന്റ് നോക്കുന്നത്. ഇപ്പൊ ജോയിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ അൻവറിന്റെ രാഷ്ട്രീയം പിടിച്ചു നിർത്താൻ വേണ്ടി അൻവറിന്റെ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷന്റെ ഭാഗമായി അൻവർ ഇറക്കി വിടുന്ന കളികളാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെക്കാട്ടിലും വീക്കായിട്ട് നിലമ്പൂർ കോൺഗ്രസ് നിൽക്കുന്നത് കൊണ്ട് ലെറ്റ് മീ റീട്രേറ്റ് മൈ പോയിന്റ്. അൻവറിനെക്കാട്ടിലും വീക്കായിട്ട് കോൺഗ്രസ് നിലമ്പൂരിൽ നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന കോൺവെർസേഷന്റെ സാധ്യതയുണ്ട്. കാര്യം നിലമ്പൂർ മാത്രം ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് അൻവർ, ആണല്ലോ. മറ്റു ഒരു മണ്ഡലത്തിൽ പോലും ഏതേലും തരത്തിൽ അൻവറിന് ഇൻഫ്ലുവൻസ് വരുത്താൻ പറ്റുമെന്ന് വസന്ത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അങ്ങനാണെങ്കിൽ നിലമ്പൂർ പിടിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇത്രയും കോൺവെർസേഷനുള്ള പോസിബിലിറ്റീസ് വരുന്നത്. അപ്പം കോൺഗ്രസ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഒരു ഇമ്പാർഷ്യൽ ഒബ്സർവർ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ കാണുന്നത് കോൺഗ്രസിന്റെ നിലമ്പൂരിലെ പൊസിഷൻ അൻവറിന്റെ പൊസിഷനെക്കാട്ടിലും വീക്കാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡെസ്പറേറ്റ് സിറ്റുവേഷൻ വരുന്നത്. അല്ലെങ്കിൽ അൻവർ മത്സരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി വാക്ക് ഓവറായി. അപ്പൊ സുധാകരൻ പറയുന്നതും ബാക്കിയുള്ളവർ പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വാട്ട് ഐ ക്യാൻ ഡെസിഫർ ഫ്രം വാട്ട് ദേ ആർ ഡൂയിങ്. എനിക്ക് ഒരു സംശയമില്ല കാര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു ബാക്ക് ഫുട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ലാലു പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ പൊസിഷൻ നിലമ്പൂരിൽ അൻവറിനേക്കാൾ വീക്കായതുകൊണ്ട് അൻവറുമായി ഈ നെഗോസിയേഷൻസ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായി വരുമോ? കാരണം അത് ചോദിക്കാൻ കാര്യം, അവർ പ്രഖ്യാപിച്ച കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പരസ്യമായി ആക്ഷേപിച്ച ഒരു വിജയസാധ്യതയുമില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു വെച്ചയാളാണ് അൻവർ. ആ അൻവറുമായും വീണ്ടും സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നത് ലാലു പറഞ്ഞതുപോലെ നിലമ്പൂർ കോൺഗ്രസിൻ്റെ പൊസിഷൻ അൻവറിനേക്കാൾ വീക്കായതുകൊണ്ടാണോ? അൻവറിൻ്റെ കാര്യത്തിൽ കേരളം മുഴുവൻ പരിശോധിച്ചാൽ അറിയാം CPIM എന്താണോ അൻവറിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, അൻവർ എടുത്ത നിലപാടുകളെക്കുറിച്ച് എങ്ങനെയാണ് വിമർശിച്ച് അൻവറിനെ തള്ളിപ്പറഞ്ഞത്, അൻവറിൻ്റെ നീക്കങ്ങൾ പിശകാണ്, തെറ്റാണ് എന്താണ് പറഞ്ഞത്, അത് പൂർണ്ണമായും ശരിവെച്ചിട്ടുണ്ട്. അൻവർ തന്നെ അത് തെളിയിച്ചു. അപ്പോൾ ആ വിഷയത്തിൽ തർക്കമില്ല, അതവിടെ നിൽക്കട്ടെ. ഈ മുമ്പ് പറഞ്ഞതിൽ കോൺഗ്രസും അൻവറും അവരുടെ കോൺഗ്രസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അൻവറിനേക്കാൾ നിലമ്പൂരിൽ വീക്കായതുകൊണ്ടാണോ ഇങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്നത്, സ്വന്തം സ്ഥാനാർത്ഥിയെ ആക്ഷേപിച്ചിട്ടും? ഈ കോൺഗ്രസ്സുകാരെങ്ങനെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്? എറണാകുളത്തോ മറ്റോ നേതാക്കന്മാർ ഏതോ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ കൂടിക്കണ്ടു, ഒരു പേര് ഡൽഹിയിലേക്ക് അയച്ചു, ഡൽഹിയിൽ നിന്ന് അനുവാദം കിട്ടി. ഇതാണല്ലോ കോൺഗ്രസിൻ്റെ സമീപനം. CPM അങ്ങനെ പറ്റത്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അത് മഴയായ കാരണം തെരച്ചിൽ നിർത്തുന്നത് കൊണ്ടല്ല, അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. CPM സംസ്ഥാന കമ്മിറ്റിയുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ വെള്ളിയാഴ്ചയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ നടക്കാറുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുത്ത സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം. അതിനാവശ്യമായ പ്രാഥമിക ചർച്ചകൾ ജില്ലാ കമ്മിറ്റികൾ നടത്തി കഴിഞ്ഞു. ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെ പരിഹസിക്കുന്ന ആളുകളുണ്ട്.
അവർ മനസ്സിലാക്കേണ്ടത് വളരെ വേഗം നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ സാധിക്കുന്നത് എന്തുകൊണ്ട്? അത് അവിടെ മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും നേതാവിൻ്റെ മകനോ ഭാര്യയോ മത്സരിക്കാൻ ഇടവരുന്നത് കൊണ്ടാണ്. പിന്തുടർച്ചാവകാശമായി കേരളത്തിലെ ചുരുക്കം വരുന്ന സീറ്റുകൾ കൈമാറപ്പെടേണ്ടി വന്നു. അങ്ങനെ പിന്തുടർച്ചാവകാശമായി സീറ്റ് കിട്ടാതെ വന്നപ്പോഴാണ് മുൻ DCC പ്രസിഡന്റ് അനുഭവിച്ചറിഞ്ഞത്. ആരിൽ നിന്നാണ് അനുഭവിച്ചറിഞ്ഞത്? ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയുടെ പക്കൽ നിന്നും. ഇനി ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് അനുഭവം എന്താണ്? അദ്ദേഹം VS ജോയിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കോൺഗ്രസ്സുകാർ ഇട്ടിട്ടുണ്ട്, കിണ്ടർ ജോയി. VS ജോയി, കിണ്ടർ ജോയി. ആരാ ജാഥ നടത്തിയത്? എവിടെയാണ് മുദ്രാവാക്യം വിളിച്ചത്? ഞാൻ ബഹുമാനപ്പെട്ട വസന്ത് സുരേഖിനോട് പറയുകയാണ്, CPM-കാരല്ല കേട്ടോ, CPM-കാരും DCC പ്രസിഡന്റ് അങ്ങനെ വിളിച്ചിട്ടില്ല. ഞാൻ ഈ ചർച്ചയിൽ തുടക്കം മുതൽ ഇപ്പോൾ വരെ വ്യക്തിപരമായൊരു കാര്യമായി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഒന്നിനെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇതൊക്കെ അവിടെ ഉണ്ട്. ഇതാണ് കോൺഗ്രസ്. ഇതൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഉള്ളപ്പോൾ പോലും കോൺഗ്രസ് ഗതികെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ശരത്തിനോട് ചോദ്യം ചോദിക്കുന്നത്. കോൺഗ്രസ് മാത്രമല്ല, ഏറ്റവും വലിയ ഗതികേടാരാ? അൻവറാണോ കോൺഗ്രസ് ആണോ കൂടുതൽ ഗതികേടിൽ? അൻവറാണോ കോൺഗ്രസ് ആണോ ലീഗാണോ ഏറ്റവും കൂടുതൽ ഗതികേടിൽ? ഗതികേടുകാരുടെ മഹാസംഗമമാണ്. കാരണം എന്താണ്? അധികാരത്തിന് പുറത്തുള്ള ലീഗിന് ഇനി ആയുസ്സുണ്ടാവില്ല ഒരു തവണ കൂടി LDF-ന് തുടർഭരണം കിട്ടിയാൽ. അതുകൊണ്ട് മുസ്ലിം ലീഗിന് കേരളത്തിൽ നിലനിൽക്കാൻ വേണ്ടി കേരളത്തിൽ UDF-ന് ഒരു ഗവൺമെൻറ് വേണം എന്നുള്ളതാണ് UDF-ൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ്. ലീഗിന് വേണ്ടി ഞങ്ങളെ ജയിപ്പിക്കൂ, അല്ലെ മുസ്ലിം ലീഗ് മരിച്ചു പോകും. കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അവരുടേതായ നിലയ്ക്ക് കേന്ദ്ര ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കാൻ അറിയാം. പക്ഷേ ലീഗിനങ്ങനല്ല. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്, തുടർഭരണം എന്ന് പറഞ്ഞാൽ ഭരണത്തിൻ്റെ തുടർച്ച മാത്രമല്ല, BJP-യെ നിയമസഭയിൽ പൂജ്യമാക്കുന്നതിൻ്റെ തുടർച്ച കൂടി വേണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ശരി. നേരത്തെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, അത് പൂജ്യമാക്കി. തൃശ്ശൂരിലൊരു സംഭവം ഉണ്ടായി, അത് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് നിയമസഭയിൽ കോൺഗ്രസിനെ UDF-നെ പൂജ്യമാക്കുക എന്നുള്ളതല്ല, നിയമസഭയിൽ BJP-യെ പൂജ്യമാക്കുക. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർ ഇപ്രകാരം നടത്തുന്ന പ്രവർത്തനം കൊണ്ട് തന്നെ, കോൺഗ്രസിനെ ജനങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ LDF 100-ന് മുകളിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് നിലമ്പൂർ കൂടി ചേർത്താണ് നമ്മൾ 99-ലെത്തിയത്. അത് മറികടന്ന് 100 മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ നിലമ്പൂർ വഴി തെളിക്കും. അതിനാവശ്യമായ വികസനം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിലമ്പൂർ പോയപ്പോൾ മലയോര പാതയിലൂടെയാണ് സഞ്ചരിച്ച് കുഞ്ഞാലിയുടെ നാട്ടിലെത്തിയത്. കുഞ്ഞാലി കൊല്ലപ്പെട്ട നാടിൻ്റെ പ്രത്യേകത റബ്ബറിൻ്റെ കൂലിയുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നത്തെ അവിടുത്തെ തർക്കം. ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത് എന്തിനാണെന്നറിയാമോ? 9 കൊല്ലം നമ്മൾ ഭരണം നടത്തിയിട്ട് കേരളം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി കൊടുക്കുന്നു. അത് നേടിക്കൊടുത്തൊരു സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്നത് ഈ നന്മകൾ തുടരണ്ടേ. അതാണ് നിലമ്പൂരിലെ ജനങ്ങൾ ചിന്തിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. വസന്ത്, ഇപ്പോൾ സ്ഥാനാർത്ഥിയെ മുമ്പ് പറഞ്ഞ പോലെ ആര്യാടൻ ഷൗക്കത്തിനെ പരസ്യമായി അപമാനിച്ചിട്ടും അവഹേളിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും UDF-മായി സഹകരിക്കുന്നത് അൻവറിന് തീരുമാനിക്കാം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ കോൺഗ്രസും UDF-ഉം നേരിടുന്ന ചില ദൗർബല്യങ്ങൾ, ചില ആശങ്കകൾ, മുമ്പ് ശ്രീ ലാൽ പറഞ്ഞതുപോലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, ചില ആശങ്കകൾ നിങ്ങൾക്കുള്ളത് കൊണ്ടല്ലേ? ഒരു പ്രതിസന്ധി അവിടെ ഇല്ല. വളരെ ക്ലിയറായി ശ്രീ ശരത് ഞാൻ പറയാം. ഞങ്ങൾ പറഞ്ഞല്ലോ, അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഞങ്ങൾ ജയിക്കുമെന്നതിൽ സംശയമില്ല. വെറുതെ ജയിക്കുകയല്ല. 3000-ൽ പരം വോട്ടിന് ഞങ്ങൾ തോറ്റുപോയ, കപ്പിനും ചുണ്ടിനും ഇടയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുന്നത് ഏതാണ്ട് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും. അതിൽ അൻവറിന് കൂടണമെങ്കിൽ കൂടാം, കൂടണ്ടെങ്കിൽ കൂടണ്ട. ക്ലിയർ ആണല്ലോ, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണല്ലോ. അപ്പോ അദ്ദേഹത്തിന് കൂടണമെങ്കിൽ, അങ്ങനെ അദ്ദേഹം കൂടുന്നെങ്കിൽ അദ്ദേഹം UDF-ന്റെ പൊതുവിനിമയ പരിപാടി അംഗീകരിക്കേണ്ടതായി വരും, UDF നേതൃത്വത്തെ അംഗീകരിക്കേണ്ടതായി വരും, UDF സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കേണ്ടതായി വരും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ബൂത്ത്, ഇപ്പോ ശ്രീ അനിൽകുമാറിന് ഒരു ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു CPM-ന് എന്തോ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പേര് പോയി, ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി, പിന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിൽ പോയി തിരിച്ച് വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. ഏത് സംസ്ഥാന കമ്മിറ്റി? മറ്റേ ടീച്ചറെ ഇരിക്കേണ്ട, നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിൽ ഇവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട ആ സംസ്ഥാന കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ നിന്ന് പേര് പറയണമെന്ന്. ശ്രീ അനിൽകുമാർ വളരെ ക്ലിയർ ആണെന്ന്. KPCC യോഗം കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചേർന്നിരുന്നു. 2 ആഴ്ച മുമ്പാണ്. കൈരളി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് KPCC യോഗം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ആ
സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ചുമതലപ്പെടുത്തിയ അവർ കഴിഞ്ഞ ദിവസം അങ്ങേത് പറഞ്ഞ പോലെ ഏതോ കല്യാണം കൂടിയ സമയത്തല്ല, വളരെ ക്ലിയറായി UDF യോഗം ചേരുകയും എറണാകുളത്ത് ചേരുകയും അതിനുശേഷം അത് UDF നേതാക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവർ കണ്ടെത്തിയ പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒടുക്കം അത് ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് കോൺഗ്രസ് കൈമാറുകയും ചെയ്തു. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വിലയിരുത്തിയ ശേഷം കോൺഗ്രസിന്റെ ബഹുമാനീയനായ അഖിലേന്ത്യാ പ്രസിഡന്റ് അത് അംഗീകരിക്കുകയും പിന്നീട് അത് പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ പ്രൊസീജിയർ ഇതാണ്, നിങ്ങളുടെ പ്രൊസീജിയർ അതേപടി നടക്കട്ടെ. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഏതാണ്ട് 2 ആഴ്ച മുമ്പേ അറിയാമായിരുന്നു. ഞങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യമല്ലല്ലോ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഞങ്ങളുടെ പ്രൊസീജിയർ 2 ആഴ്ച മുമ്പേ പൂർത്തീകരിക്കുകയും 226 അതൊക്കെ ആയിക്കോളൂ. കാരണം അതിന് അദ്ദേഹം പറഞ്ഞതിലൊരു വിമർശനത്തിന് നിങ്ങൾക്ക് മറുപടി പറയണം തോന്നിയെങ്കിൽ അതും കഴിഞ്ഞല്ലോ. ഞാൻ ഇവിടെ വസന്ത് സിറേക്ക് പറഞ്ഞത് പൂർണ്ണമായും ക്ലിയറായി എന്ന് ലാൽകുമാർ വിചാരിക്കുന്നുണ്ടോ? കാരണം UDFുമായി സഹകരിക്കുന്ന കാര്യം അൻവറിന് തീരുമാനിക്കാം എന്നിപ്പോഴും കോൺഗ്രസിന് പറയേണ്ടി വരുന്നുണ്ട്. ഏതാണ് സ്വന്തം സ്ഥാനാർത്ഥിയെ അത്രമേൽ ആക്ഷേപിച്ച ഒരാളുടെ കാര്യത്തിൽ വലിയ ഉദാര മനോഭാവം കോൺഗ്രസിന് ഇപ്പോഴും കാട്ടേണ്ടി വരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? വസന്ത് പറഞ്ഞതിൽ ആ പോയിന്റ് താങ്കൾ ഉന്നയിച്ച ഒരു നിരീക്ഷണത്തിനോ വിമർശനത്തിനോ മറുപടിയായതായി തോന്നുന്നുണ്ടോ? അല്ല, വസന്തിന് അതിന് മറുപടി പറയാൻ പറ്റില്ല. കാര്യം എന്നറിയോ, ഇതിനകത്ത് നോക്കൂ, ഇനിയും വരാൻ പോകുന്ന സബ്സിക്വൻറ്റ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് ഇതിനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞ പൊസിഷനെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്താണ് അൻവറിന് കിട്ടാൻ പോകുന്നത്? അൻവറിന് തിരുവമ്പാടി സീറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യം കിട്ടുമോ എന്നുള്ളതനുസരിച്ചാണല്ലോ കോൺഗ്രസ് അൻവറുമായിട്ട് നടത്തുന്ന കോംപ്രമൈസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പം ഇവിടെ പറയുന്ന ഭാഷ അല്ലെങ്കിൽ ഭാഷാ ശൈലി, ഹൂ ഈസ് ഗോയിങ് ടു ഡിസൈഡ് ഇറ്റ് എന്നുള്ളതിന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം തീരുമാനിച്ചിരിക്കുന്നു, അൻവറിന് വേണമെങ്കിൽ തീരുമാനിക്കാം. അൻവർ വന്നാലും വന്നില്ലേലും കുഴപ്പമില്ല, അൻവറിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കി നിൽക്കുന്നില്ല എന്ന് പറയുന്ന ലാഘവത്തോടു കൂടിയല്ല യഥാർത്ഥത്തിൽ UDFിൻ്റെ നേതൃത്വത്തിലുള്ളവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പം അവരൊരു വീക്ക് പൊസിഷനിൽ നിൽക്കുകയും അവരെങ്ങനെയും ഇദ്ദേഹത്തെ കോൺഫിഡൻസിൽ എടുക്കാനൊരു ശ്രമം നടത്തുകയും ചെയ്യുന്നു. അതേ സ്ഥാനത്ത് കുറച്ച് പേര് ഇപ്പം വസന്ത് പറയുന്നത് പോലെ അല്ലെങ്കിൽ VT ബൽറാം പറയുന്നത് പോലെ ഞങ്ങൾ എല്ലാം സർവശക്തരായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ പോകുന്നത് വരാൻ പോകുന്ന ദിവസം ഇപ്പം ഉടനെ UDFിൽ അദ്ദേഹത്തെ എടുക്കുമോ? UDFിൽ അത് ഈ പറയുന്ന ഇങ്ങനൊരു പ്രശ്നമില്ല, നമ്മളായിട്ട് സഹകരിക്കണമെങ്കിൽ സഹകരിക്കാമെന്ന് പറയുമ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് UDF എടുക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ മറ്റൊരു പൊസിഷൻ എനിക്ക് തരാം, അല്ലെങ്കിൽ തിരുവമ്പാടി സീറ്റ് കൊടുക്കാം എന്ന് പറയുന്നില്ലല്ലോ. ഒരു കാര്യം കൂടെ പറയാൻ അവസാനിപ്പിക്കാം. തിരുവമ്പാടി സീറ്റാണ് അൻവറിന് കൊടുക്കുന്നതെങ്കിൽ അൻവർ മുസ്ലിം ലീഗ് ആയാൽ പോലും എനിക്ക് സംശയമില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. താങ്കളുടെ പല കാര്യങ്ങളും പറഞ്ഞല്ലോ, ഈ വേറെ ഏതെങ്കിലും പാർട്ടി ആവുമെന്ന്. അദ്ദേഹം ലീഗായി അവിടെ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ. ശ്രീ അനിൽകുമാർ, ഈ UDFിനകത്തെ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ അത് നേരത്തെ LDFിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. ഇന്നിപ്പോൾ വിജയരാഘവൻ പറഞ്ഞൊരു കാര്യം, നിരവധി താല്പര്യങ്ങളുടെ ഉൽപ്പന്നമാണ് UDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് ശ്രീ വിജയരാഘവൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെ തരത്തിൽ, അത് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ ഈ വിമർശനം? UDF എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3-ാം ടേം നിഷേധിക്കത്തക്ക വിധം എല്ലാ വലതുപക്ഷത്തിൻ്റെയും ഐക്യമുണ്ടാക്കാനും വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. അതിൻ്റെ പൊതു സ്ഥാനാർത്ഥിയായി ഇദ്ദേഹത്തെ അവതരിപ്പിക്കാനാകുമോ എന്ന പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷണത്തിന് മുന്നിൽ ചരിത്രം തടസ്സമായി നിൽക്കുന്നു. കാരണം ഇദ്ദേഹം മുമ്പോട്ട് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഉണ്ടായ അനുഭവം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BV പ്രകാശനുണ്ടായ അനുഭവം, ഇദ്ദേഹത്തിൻ്റെ പിതാവ് മത്സരിച്ച കാലത്തും അതിനുശേഷവും UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുമായിട്ടുള്ള ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതുമായി ബന്ധപ്പെട്ട പരസ്യമായ മീറ്റിങ്ങുകൾ, ഇതിൻ്റെ എല്ലാം ചരിത്രപരതയിലെ വിഷയങ്ങൾ അവിടെയുണ്ട്. അതോടൊപ്പമാണ് BJP അവിടെ സ്ഥാനാർത്ഥി ഇല്ലാതെ വരുന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഇത്തവണ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകത, എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് അവരുടെ വോട്ടുകൾ കുറയുന്നതാണ് കാണുക. അത് നമ്മൾ തൃക്കാക്കരയിൽ കണ്ടു, പുതുപ്പള്ളിയിൽ കണ്ടു. ഇപ്പോൾ പാലക്കാട് തന്നെ BJPയുടെ വോട്ട് കുറയുകയുണ്ടായി. കുറയുക എന്ന് പറഞ്ഞപ്പോൾ BJPയിലെ ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടാണ് ആ കോൺഗ്രസ് അവിടെ മുന്നേറിയത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും BJPയിലെ ഒരു വിഭാഗത്തിനും ഒരുമിക്കാൻ കഴിയുമെന്ന് പാലക്കാട് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല താല്പര്യങ്ങളും യോജിപ്പിക്കുന്ന തരത്തിലേക്കുള്ള തന്ത്രമായിട്ട് അവിടെ UDF പോകും എന്നുള്ളത് തന്നെയാണ് സഖാവേ വിജയരാഘവൻ ഊന്നുന്നത്. ആ മഴവിൽ സഖ്യത്തെ അങ്ങനെ തന്നെ കണ്ട് തിരിച്ചടിക്കുക എന്നതിൽ നിന്നുകൊണ്ടാണ് കേരള വികസനത്തിൻ്റെ അജണ്ട നിലമ്പൂരിൽ എങ്ങനെ നടപ്പായി എന്ന അനുഭവ സാക്ഷ്യവുമായി മുഖ്യമന്ത്രി
1-ാം തീയതി അവിടുത്തെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്താൻ പോകുന്നത്, സ്വാഭാവികമായും അന്നു മുതൽ LDF-ൻ്റെ ക്യാമ്പയിൻ വളരെ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. സംഘടനാപരമായ തയ്യാറെടുപ്പുകൾ മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യം നിലമ്പൂരിൽ നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് എന്തോ അവിടെ UDF മാത്രമേ രംഗത്തുള്ളൂ എന്നൊക്കെ ഇവിടെ ചില ആളുകൾ ഊറ്റം കൊള്ളുന്നുണ്ട്. അതൊന്നും വസ്തുതാപരമായി ശരിയല്ല. താഴെ തട്ടിലൊക്കെ അവിടെ നല്ല പ്രവർത്തനമാണ്. LDF-ന്റെ സംഘടനാ ശേഷിയോടുകൂടി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ വളരാൻ LDF തുടരുക എന്ന കാഴ്ചപ്പാടിൽ നിലമ്പൂരിന് ഒരു പുതിയ കാഴ്ചപ്പാട് മുന്നേറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. നന്ദി ശ്രീ അനിൽകുമാർ, ശ്രീ വസന്ത്, അതുപോലെ തന്നെ ശ്രീ ലാൽകുമാർ. ഏതായാലും നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചൂട് വർദ്ധിച്ചു വരികയാണ്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി വരാനിരിക്കുന്നതേ ഉള്ളൂ. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിയുമ്പോഴും UDF-നകത്തും പുറത്തും ഉണ്ടായിട്ടുള്ള അതിൻ്റെ തുടർചലനങ്ങൾ, അതിലെ ചില അസ്വാരസ്യങ്ങൾ, അതൃപ്തികൾ, അത് വളരെ ശക്തവും പ്രകടവുമാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്തത്.